എല്ലാവർക്കും നമസ്കാരം. ആദ്യം തന്നെ ഈ കേരള പിറവി ദിനമായിട്ടുള്ള ഇന്ന് ഈ ഹോർത്തൂസ് തുടങ്ങുമ്പം കേരളം എങ്ങനെ ഉണ്ടായി എന്നുള്ളതിൻ്റെ ഒരു ചരിത്ര പശ്ചാത്തലം കൂടി നമ്മൾ പരിശോധിച്ച് ശേഷം മാത്രമേ നമുക്കതിന് കാലാവസ്ഥയുമായിട്ട് ലിങ്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഒരുപക്ഷെ നമ്മുടെ കേരളത്തിലെ ജനസമൂഹങ്ങൾ ഇപ്പോഴും വിശ്വസിക്കുന്നത് ഒരുപറ്റം ആൾക്കാരെങ്കിലും ഒരു ചെറിയ ന്യൂനപക്ഷമെങ്കിലും പരശുരാമൻ മഴു പറഞ്ഞിട്ടാണ് കേരളം ഉണ്ടായെന്നുള്ള ഒരു കൺസെപ്റ്റിലാണ് ജീവിക്കുന്നത്. സുമോഹൻ സാറൊക്കെ എവല്യൂഷണൽ തിയറിയെ പറ്റിയൊക്കെ ഒത്തിരി ക്ലാസ് എടുക്കുന്ന ആൾക്കാരാണ്. മനുഷ്യനുണ്ടായിട്ട് കേവലം ഹോമോസാപ്പിയൻസ് ഒക്കെ ഉണ്ടായിട്ട് 3 ലക്ഷം വർഷങ്ങളെ ആയിട്ടുള്ളൂ. പക്ഷേ കേരളം അതിന് എത്രയോ കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പേ ഇവിടെ ഉള്ളതാണെന്നുള്ളതാണ്. അപ്പോൾ കേരളത്തിൻ്റെ ഈ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് മാത്രമേ കേരളം എങ്ങനെ ഉണ്ടായി, അല്ലെങ്കിൽ എവല്യൂഷൻ ഓഫ് കേരള എന്നുള്ള ആ ഒരു തീമിലൂടെ മാത്രമേ നമുക്ക് കേരളത്തിൻ്റെ ഭാവിയെക്കുറിച്ച്, കേരളം എങ്ങനെ ഉണ്ടായി എന്നുള്ളത് പരിശോധിച്ചാൽ മാത്രമേ കേരളത്തിൻ്റെ ഭാവി എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കുകയുള്ളൂ. കാരണം ഈ ഒരു ചെറിയ ഭൂപ്രദേശം ഒരു എന്താ പറയുന്നത് ഒരു 100 മില്യൺ അല്ലെങ്കിൽ 50 മില്യൺ വർഷങ്ങൾക്കിടയിൽ സംഭവിച്ച ഭൂമിശാസ്ത്രപരമായിട്ടുള്ള പല കാരണങ്ങൾ കൊണ്ടാണ് കേരളം തന്നെയല്ല, പൊതുവെ ഇന്ത്യ അല്ലെങ്കിൽ സൗത്ത് ഏഷ്യൻ ഒക്കെ രൂപപ്പെട്ടത്. അതായത് ജുറാസിക് ക്രെറ്റേഷ്യസ് കാലഘട്ടത്തിന് ശേഷം ഒരു 65 മില്യൺ ഇയേഴ്സിന് ശേഷമാണ്, അതായത് ഇന്ത്യൻ പ്ലേറ്റ് യുറേഷ്യൻ പ്ലേറ്റുമായിട്ട് കൂട്ടിമുട്ടിയതിന് ശേഷമാണ് നമ്മൾ ഈ കാണുന്ന ഹിമാലയ പർവ്വതം ഉണ്ടായത്. പക്ഷേ ഹിമാലയ പർവ്വതം ഉണ്ടാകുന്നതിന് കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ, ഒരു 200 മില്യൺ വർഷമോ അല്ലെങ്കിൽ 250 മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇന്ത്യൻ പ്ലേറ്റ് ആഫ്രിക്കയുമായിട്ട് ചേർന്ന് കിടക്കുന്ന അവസരത്തിൽ ഉള്ള ഒരു പർവ്വതമാണ് പശ്ചിമഘട്ടമെന്ന് നമ്മളിപ്പോൾ വിളിക്കുന്ന സഹ്യ പർവ്വതമെന്ന് വിളിക്കുന്ന നമ്മുടെ പശ്ചിമഘട്ടം. അപ്പോൾ അതിൻ്റെ പശ്ചാത്തലം നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ, മറ്റൊരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഹിമാലയ പർവ്വതത്തെ പറ്റി നമ്മൾ പറയുമ്പോൾ, ഹിമാലയ പർവ്വതം ഇപ്പോൾ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു പർവ്വത മേഖലയാണെങ്കിൽ പശ്ചിമഘട്ടം ഓവർ ദി ഇയേഴ്സ് തളർന്നുകൊണ്ടിരിക്കുന്ന ഒരു പർവ്വത മേഖലയാണ്. അപ്പോൾ അതിൻ്റെ പാരിസ്ഥിതികമായിട്ടുള്ള ഘടകങ്ങൾ നമ്മൾ ഇതുകൂടി പരിഗണിച്ച് മാത്രമേ സംസാരിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ഞാൻ മുമ്പേ സൂചിപ്പിച്ചതുപോലെ പരശുരാമൻ മഴുമറിഞ്ഞാണ് കേരളം ഉണ്ടായതെന്ന് നമ്മൾ പറയുന്നു, അല്ലെങ്കിൽ ഒരു ചെറിയൊരു ന്യൂനപക്ഷം, ചിലപ്പോൾ 1% താഴെ കാണത്തുള്ളൂ അങ്ങനെ വിശ്വസിക്കുന്ന ആൾക്കാർ. അതൊരു അതിശയോക്തിയായിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു 3 ലക്ഷം വർഷങ്ങൾക്ക് താഴെ ചരിത്രമുള്ള ഹോമോസാപ്പിയൻസ്, അല്ലെങ്കിൽ പരശുരാമൻ മനുഷ്യനാണല്ലോ, മനുഷ്യനുണ്ടായിട്ട് 3 ലക്ഷം വർഷങ്ങളിൽ താഴെ ആയിട്ടുള്ളൂ. അപ്പം കേരളം ഉണ്ടായതെന്ന് പറയുമ്പോൾ, അപ്പം കേരളം ഉണ്ടായത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കേരളത്തിൻ്റെ ആ ഒരു ചരിത്ര പശ്ചാത്തലം, അല്ലെങ്കിൽ ഇന്ത്യൻ പ്ലേറ്റ് വന്ന് ഇടിച്ചിട്ട് നമ്മുടെ ഹിമാലയം ഉണ്ടാകുന്നു. ഈ ഹിമാലയത്തിൻ്റെ വടക്ക് ഭാഗത്തായിട്ടാണ് ഒരു ടിബറ്റൻ പീഠഭൂമി എന്ന് പറയുന്ന ഒരു 5 കിലോമീറ്റർ ഉയരത്തിലുള്ള ഒരു പീഠഭൂമി ഉണ്ടാകുന്നത്. അപ്പോൾ എന്തുകൊണ്ട് ഇത് പറയുന്നു? നമ്മുടെ ഭാവിയെപ്പറ്റി നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ എന്തിനാണ് ചരിത്രം പഠിക്കുന്നത്? ചരിത്രം പഠിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത്, ചരിത്രത്തിൽ നമുക്ക് സംഭവിച്ചിട്ടുള്ള തെറ്റുകൾ മനസ്സിലാക്കിക്കൊണ്ട് അത് തിരുത്തി മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് ഒരു പരിധിവരെ ചരിത്രം നമ്മൾ പഠിക്കുന്നത്. എന്ന് പറഞ്ഞ പോലെ ഭൂമിയുടെ അല്ലെങ്കിൽ കേരളത്തിൻ്റെ ഭാവി എന്താണെന്ന് നമ്മൾ ചിന്തിക്കുമ്പം, കേരളം എങ്ങനെ ഉണ്ടായി, കേരളത്തിൻ്റെ ആ ഒരു ഉയർന്നു വന്ന ഒരു ചരിത്ര പശ്ചാത്തലം കൂടി നമ്മൾ മനസ്സിലാക്കണം. അതിൽ കാലാവസ്ഥയ്ക്ക് വലിയ പങ്കാണുള്ളത്. എന്നെ സംബന്ധിച്ച്, ഒരു മെറ്റീരിയോളജിസ്റ്റ് അല്ലെങ്കിൽ കാലാവസ്ഥാ ശാസ്ത്രജ്ഞനായിട്ടുള്ള എന്നെ സംബന്ധിച്ച് കേരളത്തിൻ്റെ പരശുരാമൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കേരളത്തിൻ്റെ പരശുരാമൻ മൺസൂൺ ആണെന്ന് ഞാൻ പറയും. കാരണം ഈ പറഞ്ഞ പോലെ പശ്ചിമഘട്ട മലമേഖലകൾ, പ്രീ കാംബ്രിയൻ ടൈമിലുള്ള വലിയ ശിലകൾ, അതിനുശേഷം ഒരു 200 കോടി വർഷങ്ങൾക്ക് ശേഷമാണ് ഈ പറഞ്ഞ പോലെ മോർഫിക് ആയിട്ടുള്ള ശിലകളും അതുപോലെ തന്നെ സെഡിമെൻ്ററി റോക്സും ഒക്കെ ഉണ്ടാകുന്നത്. ഈ സെഡിമെൻ്ററി റോക്സ് നമ്മൾ ഇന്ന് കാണുന്ന പലതരത്തിലുള്ള അവസാദ ശിലകളും സെഡിമെൻ്ററി റോക്സും ഒക്കെ ഉണ്ടാകുന്നത് മൺസൂൺ ഉണ്ടായതിനു ശേഷമാണ്. മൺസൂൺ എന്നുണ്ടായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ മുമ്പേ സൂചിപ്പിച്ച പോലെ 60 ദശലക്ഷം അല്ലെങ്കിൽ 60 മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യൻ പ്ലേറ്റ് വന്നിടിച്ച് ഹിമാലയ പർവ്വതവും ടിബറ്റും ഒക്കെ രൂപപ്പെട്ടതിന് ശേഷം മാത്രമാണ് മൺസൂൺ കാലാവസ്ഥ ഈ പൊതുവെ ഇന്ത്യയിൽ ഉണ്ടാകുന്നത്. ഇന്ത്യയിൽ തന്നെയല്ല, സൗത്ത് ഏഷ്യൻ റീജിയനിൽ മൊത്തം ഉണ്ടാകുന്നത്. അപ്പോൾ ഈ മൺസൂൺ കൊണ്ടുവരുന്ന കാറ്റും മഴമേഘങ്ങളും നമ്മുടെ പർവ്വത മേഖലയിൽ പണ്ട് സമൃദ്ധമായിരുന്ന എന്താ പറയുക, ഒട്ടും ദ്രവീകരണം സംഭവിക്കാത്ത പർവ്വത മേഖലയിൽ ദ്രവീകരണം സംഭവിച്ച് ആ സെഡിമെൻറ്റ്സ്, ഈ മൺസൂൺ മഴയിലൂടെ ഒഴുകി ഒലിച്ചു വരുന്ന സെഡിമെൻറ്റ്സ് കൊണ്ടുവരുന്ന
ആ വലിയ ധാതു നിക്ഷേപങ്ങളും സെഡിമെൻസും മറ്റും നിക്ഷേപിക്കപ്പെട്ടിട്ടാണ് നമ്മൾ ഈ പറയുന്ന തീരപ്രദേശവും അല്ലെങ്കിൽ ഇടനാടുമൊക്കെ രൂപപ്പെടുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഇതിൻ്റെ ഒരു ചരിത്ര പശ്ചാത്തലം. അപ്പോൾ കേരളത്തെ സംബന്ധിച്ച് പരശുരാമൻ ആരാണെന്ന് ചോദിച്ചാൽ മൺസൂൺ എന്നേ നമുക്ക് പറയാൻ പറ്റും. കാരണം മൺസൂൺ കാരണമാണ് ഇടനാടുമൊക്കെ രൂപപ്പെടുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ കേരളത്തെ പറ്റി സംസാരിക്കുമ്പോൾ നമ്മൾ കേരളത്തെ ഇത്രയും സമ്പുഷ്ടമായിട്ടുള്ള വാട്ടർ പൊട്ടൻഷ്യലുള്ള മറ്റൊരു സ്ഥലം, അതുകൊണ്ടാണ് പണ്ട് സാമൂതിരി പറഞ്ഞത് അവർ നമ്മുടെ കുരുമുളക് വള്ളിയൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞാലും അതവിടെ വളരില്ല എന്ന് പറയുന്നതിൻ്റെ പ്രധാന കാരണമെന്ന് പറയുന്നത് കേരളത്തിൻ്റേതായിട്ടുള്ള പ്രത്യേകമായിട്ടുള്ള സവിശേഷമായിട്ടുള്ള കാലാവസ്ഥയാണ്. അപ്പോൾ ഈ കാലാവസ്ഥ കൊണ്ടാണ് കേരളത്തിൽ കാണുന്ന തരത്തിലുള്ള ജൈവ വൈവിധ്യത്തിനും മറ്റെല്ലാ നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ 40 മുതൽ 50% അതിനെ പറ്റി സുമോദൻ സാർ സംസാരിക്കും. 40 മുതൽ 50% വരെ എൻഡമിക് ആയിട്ടുള്ള പ്രാദേശികമായിട്ടുള്ള ജന്തുക്കൾക്കും സസ്യജാലങ്ങൾക്കും ഉള്ള ഒരു വിളഭൂമിയാണ് നമ്മുടെ ഈ പശ്ചിമഘട്ടം എന്ന് പറയുന്നത്. അപ്പം പശ്ചിമഘട്ടത്തെ കേരളത്തെ പറ്റി സംസാരിക്കുമ്പോൾ നമ്മൾ പശ്ചിമഘട്ടത്തെ പറ്റി സംസാരിക്കാതെ കടന്നു പോകാൻ സാധിക്കുകയില്ല. ഈ പശ്ചിമഘട്ടം കാരണമാണ്, മൺസൂൺ കാരണമാണ് ഈ പറയുന്ന ഇടനാടും മറ്റും രൂപപ്പെടുന്നത്. ഇതുകൊണ്ട് സമൃദ്ധം, അതായത് നമ്മുടെ കേരളത്തിൽ മാത്രമാണ് 44 നദികളുള്ളത്. കേരളത്തെ മുഴുവൻ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ കേരളത്തെ 44 നദികളുടെ ഒരു നദീതടമെന്ന് വേണേൽ നമുക്ക് പറയാം. കാരണം ഇത്രയും 300 സെൻറ്റിമീറ്റർ, അതായത് 300 സെൻറ്റിമീറ്റർ ഒരു വർഷം നമുക്ക് മഴ കിട്ടുന്ന മഴയാണ്. ഈ 300 സെൻറ്റിമീറ്റർ മഴ നമ്മുടെ 38,000 സ്ക്വയർ കിലോമീറ്റർ വരുന്ന കേരളത്തിൽ മൊത്തവും നമ്മൾ കെട്ടി നിർത്തി കഴിഞ്ഞാൽ ഏകദേശം ഒരു വർഷം നമുക്കൊരു 120 ട്രില്യൺ ടൺ ലിറ്റർ വെള്ളമാണ് നമുക്ക് കിട്ടുന്നത്. ട്രില്യൺ ലിറ്റർ വെള്ളമാണ്, 120 ട്രില്യൺ ലിറ്റർ വെള്ളമാണ് നമുക്ക് കിട്ടുന്നത്. നമ്മുടെ ഉപയോഗത്തിന് ഇതിലൊരു 10% താഴെ മതി. നമ്മുടെ അണക്കെട്ടുകളും മറ്റും ഒരു 5 മുതൽ 10% മാത്രമേ സംഭരിക്കുന്നുള്ളൂ. അപ്പോൾ ഈ നദികളാൽ ഈ നദികൾ കൊണ്ട് സമ്പുഷ്ടമായിട്ടുള്ള ഒരു ഭൂപ്രദേശമാണ് കേരളം. ഇവിടെയാണ് കാലാവസ്ഥയിൽ മുമ്പ് സൂചിപ്പിച്ച പോലെ മൺസൂൺ ഉണ്ടാക്കിയ കേരളം ഇപ്പോൾ സംഭവിക്കുന്നത് മൺസൂൺ മഴയിൽ വലിയ തോതിലുള്ള മാറ്റങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം നമ്മുടെ കാലാവസ്ഥയുടെ അനുഗ്രഹീതമാക്കിയിരിക്കുന്ന 2 സംഭവങ്ങളാണ്. ഒന്ന് നമ്മുടെ അറബിക്കടലും പശ്ചിമഘട്ടവും. അറബിക്കടലിൽ നിന്ന് വരുന്ന സമ്പുഷ്ടമായിട്ടുള്ള ജലം ബാഷ്പീകരിക്കപ്പെട്ട് കരയിലേക്ക് എത്തി അത് പശ്ചിമഘട്ടം തടഞ്ഞു നിർത്തിയാണ് നമുക്ക് മഴ കിട്ടുന്നത്. ഇപ്പോൾ സംഭവിക്കുന്നത് ഈ 2നും മാറ്റം വന്നുകൊണ്ടിരിക്കുകയാണ്. അറബിക്കടൽ ദ്രുതഗതിയിൽ മറ്റ് സമുദ്രമേഖലകളെ അപേക്ഷിച്ച് അറബിക്കടൽ ചൂടാകുന്നത് ഒരു ദ്രുതഗതിയിലാണ്. ഒരു 1.2 ഡിഗ്രി പെർ സെഞ്ചുറി എന്നുള്ള തരത്തിലാണ്. പസഫിക്കൊക്കെ അതിൽ പകുതി താഴെ മാത്രമേ ചൂടാകുന്നുള്ളൂ. അപ്പോൾ ഇത് കാരണം അറബിക്കടലിൽ കൂടുതൽ ന്യൂനമർദ്ദങ്ങളും ചുഴലിക്കാറ്റുകളും ഒക്കെ ഉണ്ടാവുകയാണ്. അതിതീവ്രമായിട്ടുള്ള ഈ മേഘവിസ്ഫോടനത്തിൻ്റെ ഗണത്തിൽപ്പെടുത്താവുന്ന മഴകൾ ഉണ്ടാവുകയാണ്. ഈ മഴ ഇനിയും ഇത്തരം മാറുന്ന കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് നമ്മുടെ ലാൻഡ്സ്കേപ്പിൽ വീണ്ടും മാറ്റം വരും. കാരണം വലിയ കടന്നുകയറ്റമൊന്നും ഉണ്ടാകാത്ത പശ്ചിമഘട്ടമാണെങ്കിൽ പോലും ഈ മാറുന്ന മഴ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് വീണ്ടും ഇടിഞ്ഞ് താഴോട്ട് വരും. അതാണ് നമ്മുടെ ചർച്ചയുടെ പ്രധാനപ്പെട്ട വിഷയമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടൽ കയറി വരുന്നു. ആഗോളതാപനം കാരണം കടൽ നിരപ്പ് ഉയരുന്നു. അതറിയാം, നമ്മൾ മില്ലേനിയം സ്കെയിലിലൊക്കെ എടുത്തു കഴിഞ്ഞാൽ പലപ്പോഴും നമ്മുടെ കടൽ നിരപ്പ് താഴോട്ട് പോയിട്ടുണ്ട് ഗ്ലേഷ്യൽ സൈക്കിളിൽ. പിന്നീട് ഉയർന്നു വന്ന് ഇൻ്റർ ഗ്ലേഷ്യൽ സൈക്കിളിൽ വാർമിംഗ് പീരീഡിൽ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. അപ്പോൾ ഇതുകൂടി പരിഗണിച്ച് മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ഞാൻ സൂചിപ്പിച്ചതുപോലെ കേരളത്തെ മുഴുവൻ ഇടനാട്, മലനാട്, തീരപ്രദേശം എന്ന തരത്തിൽ നമ്മൾ വേർതിരിച്ച് കാണേണ്ട കാര്യമില്ല. കേരളം ആസ് എ ഹോൾ ഒരു ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളാണെന്ന് മാത്രം കണ്ടാൽ മതി. കാരണം ഇത്രയും ചെറിയ വിഡ്ത്തുള്ള ഈ മഴ നദികൾ ഡിസ്ട്രിബ്യൂട്ട് മഴയിലൂടെ വരുന്ന വെള്ളവും അതോടൊപ്പം തന്നെ ന്യൂട്രിയൻസും അതുപോലെ സെഡിമെൻസും എല്ലാം നദികൾ ഡിസ്ട്രിബ്യൂട്ട് ഉണ്ടായിട്ടുള്ള ഒരു ലാൻഡ് ഫോമാണ്. എന്ന് പറഞ്ഞാൽ ഇതൊരു കണക്റ്റഡ് സിസ്റ്റമാണ്. ഇതിനെ കേരളത്തെ ഒരു സിംഗിൾ എക്കോ സിസ്റ്റമായിട്ട് മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. അതിനെ മലനാട്, ഇടനാട്, തീരപ്രദേശം എന്നൊക്കെ നമ്മുടെ ഒരു ഹ്യൂമൻ സെൻട്രിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ആന്ത്രോപ്പോസെൻട്രിക് ആയിട്ട് നമ്മൾ കാണുന്നതുകൊണ്ട് സംസാരിക്കുന്നതാണ്. നമ്മൾ പരിസ്ഥിതിയെ പറ്റി സംസാരിച്ചു കഴിഞ്ഞാൽ പരിസ്ഥിതിയെ തീവ്രവാദിയാകുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് പരിസ്ഥിതിയെ പറ്റി ഞാൻ സംസാരിക്കുന്നില്ല. ഞാൻ ഹ്യൂമൻ സെൻട്രിക് ആയിട്ട് മാത്രം നിന്നുകൊണ്ട് മാത്രമാണ് ഈ കാലത്തെ അപ്രോച്ച് ചെയ്യുന്നത്. കാരണം നമ്മൾ ജീവജാലങ്ങളുടെ നിലനിൽപ്പിനെ പറ്റിയാണ് 10 വർഷങ്ങൾക്ക് മുമ്പ് കാലാവസ്ഥാ വ്യതിയാനം ജീവജാലങ്ങളുടെ പ്രശ്നമായിട്ട് മാത്രമാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ പറയും ജീവജാലങ്ങളില്ലെങ്കിലും നമ്മൾ മനുഷ്യൻ ജീവിക്കും എന്നൊക്കെ പറയും. പക്ഷേ ഇപ്പോൾ കാലാവസ്ഥാ വ്യതിയാനം നമ്മുടെ മനുഷ്യൻ്റെ തന്നെ അതിജീവനത്തിന് ഒരു വെല്ലുവിളിയായിട്ട് മാറിയിരിക്കുന്ന അവസ്ഥയാണ്. അപ്പോൾ നമ്മൾ തന്നെ അതിനെപ്പറ്റി സംസാരിക്കേണ്ടതായിട്ടുണ്ട്.
മറ്റു കാര്യങ്ങളും പരിസ്ഥിതിയെ പറ്റിയോ അല്ലെങ്കിൽ ജീവജാലങ്ങളെ പറ്റി വിട്ടുകിടാം. പക്ഷെ നമ്മുടെ ജീവനും ജീവനോപാധിയും നമ്മൾ ഉൾപ്പെടുന്ന ആവാസ വ്യവസ്ഥയും വലിയ തോതിൽ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു അവസരത്തിലാണ് നമ്മൾ ഒരു വശത്തു കൂടി നമ്മുടെ കടൽ നിരപ്പുയരുന്നു, കടൽ വെള്ളം കയറി വരുന്നു, മറുവശത്ത് നമ്മുടെ മല മൊത്തവും ഇടിഞ്ഞ് താഴോട്ട് വരുന്നു. ഞാൻ സൂചിപ്പിച്ചതുപോലെ മഴയുടെ തീവ്രത കൂടുന്നത് കാരണം മഴ ഇനിയും നമ്മുടെ പശ്ചിമഘട്ടം ഇടിഞ്ഞ് താഴോട്ട് വന്നുകൊണ്ടിരിക്കും. ഇതിനോട് റെസ്പോണ്ട് ചെയ്യണം നമ്മുടെ പശ്ചിമഘട്ടം. ഈ മാറുന്ന മഴയോടെ റെസ്പോണ്ട് ചെയ്ത് വന്ന് മാത്രമേ അത് സെറ്റിലാകുകയുള്ളൂ. അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിൽ രണ്ട് മേഖലയിലും മാത്രമല്ല, ഇടനാട്ടിൽ ജീവിക്കുന്ന, ഇടനാടിനെ പറ്റി നമ്മൾ സംസാരിക്കുന്നില്ല. കടൽ കയറുന്നു, മല ഇറങ്ങുന്നു, പക്ഷേ ഇടനാട്ടിൽ എന്ത് സംഭവിക്കും? ഇത് രണ്ടും കണക്റ്റഡാണ്. ഇടനാട്ടിലുള്ള ജീവനങ്ങളുടെ, ഫോർ എക്സാമ്പിൾ കുട്ടനാട് പോലുള്ള പ്രദേശത്തു നിന്ന് മാസ് മൈഗ്രേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പണ്ട് പറയും ബംഗ്ലാദേശിൽ നിന്നും സുഡാനിൽ നിന്നും ഒക്കെയാണ് കാലാവസ്ഥ അഭയാർത്ഥികൾ ഉണ്ടാകുന്നതെന്ന്. പക്ഷേ നമ്മുടെ മലയോര മേഖലയിൽ നിന്നും ജനങ്ങൾ, പണ്ട് നമ്മൾ സംസാരിക്കുന്നത് ഒരു 20-ാം നൂറ്റാണ്ടിൽ 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനമൊക്കെ നമ്മുടെ മലയിലേക്ക് കാർഷിക വൃത്തിക്കും ഉപജീവന മാർഗത്തിനും വേണ്ടി മലയിലേക്ക് കയറിയിട്ടുള്ള കർഷകരാണ് ഉള്ളത്. പക്ഷേ ഈ മാറുന്ന കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ അവസരത്തിൽ കുടിയേറിയ കർഷകർ വീണ്ടും തിരിച്ചിറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഒരു റിവേഴ്സ് മൈഗ്രേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് അതിതീവ്രമായിട്ട് മലമേഖലയിൽ ഉണ്ടാകുന്ന കാലാവസ്ഥാ സംഭവങ്ങൾ തന്നെയാണ്. ഇതൊരു വലിയ പ്രശ്നമാണ്. ഈ റിവേഴ്സ് മൈഗ്രേഷൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന സ്പേസ് ഒക്യുപ്പൈ ചെയ്യുന്നത് നമുക്കറിയാം. വയനാട്ടിലായാലും ഈ മുണ്ടകൈ നടന്ന ദുരന്തത്തിൻ്റെ തൊട്ട് സമീപത്തുള്ള 300 ഏക്കർ 400 ഏക്കർ കൃഷിഭൂമി അല്ലെങ്കിൽ അത്തരം വനഭൂമി, അത് ഇപ്പോൾ ആരാണ് കൈവശം വെക്കുന്നതെന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, പരിശോധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാകും. കാരണം പണ്ട് കാലഘട്ടത്തിൽ കർഷകർ അല്ലെങ്കിൽ ആദിവാസികൾ തിങ്ങിപ്പാർത്തിരുന്ന വയനാട്, 18 മുതൽ 20% വരെ ആദിവാസി പോപ്പുലേഷനുള്ള വയനാടിൽ ഇപ്പം ആദിവാസികളെ പറ്റി സംസാരിക്കുന്ന പോലില്ല. അവിടെയാണ് നമ്മൾ ഈ പറഞ്ഞ തരത്തിൽ ഇപ്പം തീരദേശ മേഖലയിലായാലും വനമേഖലയിലായാലും ഈ ആവാസ വ്യവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട് ഉപജീവന മാർഗത്തിന് വേണ്ടി ആശ്രയിക്കുന്ന രണ്ട് വിഭാഗങ്ങൾ, ഒന്ന് മത്സ്യത്തൊഴിലാളികളും ഒന്ന് ട്രൈബൽസുമാണ്, നമ്മുടെ ആദിവാസികളുമാണ്. ഇവരുടെ ജീവന് മാത്രമല്ല ജീവനോപാധിയും വലിയൊരു വിഷയമായിട്ട് കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഭാഗമായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഈ എക്കോസിസ്റ്റം അല്ലെങ്കിൽ ആവാസ വ്യവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഈ ഒരു രണ്ട് ജനവിഭാഗങ്ങളുടെയും പ്രശ്നങ്ങൾ നമ്മൾ പരിഗണിക്കാനായിട്ട് ഉണ്ട്. കാരണം 2017 ഓഖി വന്നപ്പം 400 മത്സ്യത്തൊഴിലാളികൾ കടലിൽ ജീവൻ നഷ്ടപ്പെട്ടു. പക്ഷേ നമ്മുടെ കരയിലുള്ള ആൾക്കാർ വലുതായിട്ട് സംസാരിച്ചില്ല. പക്ഷേ അതേസമയം 2018 വലിയ പ്രളയം വന്നപ്പം നമുക്ക് എല്ലാവർക്കും അതൊരു വലിയ വിഷയമായി, കാലാവസ്ഥാ വ്യതിയാനം വരുന്നു, അത് പ്രശ്നം. പക്ഷേ 2024 ഉണ്ടാകുന്ന ഈ മുണ്ടകൈ ദുരന്തം നമ്മൾ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ മുണ്ടക കേവലം ആ ഒരു പ്രദേശത്തുള്ള ജനങ്ങളുടെ മാത്രം പ്രശ്നമായിട്ട് ഒതുങ്ങുകയാണ്. അപ്പോൾ ഇത്തരത്തിലാണ് നമ്മുടെ എല്ലാവരുടെയും ജീവിതം ഇതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത്. അത്തരത്തിൽ നമ്മുടെ ജീവിതാവസ്ഥകൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെയാണ് ജനങ്ങളുടെ ഈ മാറുന്ന സാഹചര്യത്തിൽ ജനങ്ങളുടെ ജീവന് മാത്രമല്ല ജീവനോപാധിയും നിലനിൽപ്പിന് പോലും, അതും തദ്ദേശീയരായിട്ടുള്ള ജനവിഭാഗങ്ങളുടെ നിലനിൽപ്പിന് വലിയ ഭീഷണിയായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ പരിസ്ഥിതി സംരക്ഷണം വേണം എന്ന് പറയുന്നത്. അതായത് കാലാവസ്ഥാ വ്യതിയാനം നമ്മൾ പറയുന്ന പോലെ ഒരു ക്ലീഷേ പ്രയോഗമായിട്ട് പരിസ്ഥിതിയെ സംരക്ഷിച്ച കാലാവസ്ഥാ വ്യതിയാനത്തെ ചെറുത്ത് നിർത്താൻ പറ്റില്ല. പക്ഷേ ഈ മാറുന്ന കാലാവസ്ഥയിൽ പരിസ്ഥിതി കൂടി സംരക്ഷിക്കപ്പെട്ടാൽ മാത്രമേ നമ്മുടെ ജനങ്ങളുടെ ജീവനോപാധി സംരക്ഷിക്കപ്പെടുകയുള്ളൂ, നിലനിൽപ്പ് ഉണ്ടാകുകയുള്ളൂ. കാരണം ഫോർ എക്സാമ്പിൾ 2017 ഓഖിക്ക് ശേഷം തുടരെ ചുഴലിക്കാറ്റുകൾ നമ്മുടെ അറബിക്കടലിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് ധാരാളം തൊഴിൽ ദിനങ്ങളാണ് മത്സ്യത്തൊഴിലാളികൾക്ക് നഷ്ടപ്പെടുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മുടെ എറണാകുളം ജില്ലയിൽ നിന്ന് തന്നെ 70ഓളം റിങ്സീൻ ബോട്ടുകളാണ് കടലിൽ പോകുന്നത്. ഒരു ചുഴലിക്കാറ്റ് വരുന്ന സമയത്ത് ഏകദേശം 2019 തന്നെ ഏകദേശം 100ഓളം മത്സ്യബന്ധന ദിനങ്ങളാണ് നഷ്ടപ്പെടുന്നത്. അപ്പോൾ അതോടൊപ്പം തന്നെ അതിനോട് കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ബോട്ടിൽ 45ഓളം ആൾക്കാർ വർക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ നോക്കുവാണെങ്കിൽ മില്യൺസ് ഓഫ് വർക്കിംഗ് ഡേയ്സ് ആണ് നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ജീവനോപാധിയുടെ പ്രശ്നമായിട്ട് മാറുന്നു. നമ്മുടെ മലനാട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ കർഷകരുടെ നിലനിൽപ്പ് തന്നെ പ്രശ്നമാണ്. ഒരു ലാൻഡ് സ്ലൈഡ് ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ ആൾക്കാർ മരിക്കുമ്പോൾ മാത്രമേ അത് കണക്കിലാക്കിയിട്ടുള്ളൂ. 2022 കണിച്ചാർ, കൊളയാട് ഉൾപ്പെടെയുള്ള കണ്ണൂർ മേഖലയിൽ 34 ലാൻഡ് സ്ലൈഡുകൾ ഒരു ദിവസം ഉണ്ടായി. ഏക്കർ കണക്കിന് കൃഷിഭൂമിയാണ് നഷ്ടപ്പെടുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ആവാസ വ്യവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ജനവിഭാഗങ്ങളുടെ ഒരു വലിയ ഉപജീവന വിഷയം കൂടിയാണിത്. ജീവന് മാത്രമല്ല, നമ്മൾ കാലാവസ്ഥാ വ്യതിയാനം എന്ന് പറയുമ്പം ഡിസാസ്റ്റർ അല്ലെങ്കിൽ ലാൻഡ് സ്ലൈഡ്, ഫ്ലഡ് മാത്രമേ നമ്മൾ സംസാരിക്കുകയുള്ളൂ. പക്ഷേ അപ്പുറത്തെ സൈഡിൽ
നമ്മുടെ തദ്ദേശീയരായിട്ടുള്ള ആവാസ വ്യവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ജനവിഭാഗങ്ങളുടെ ജീവനും ജീവനോപാധിയും മാത്രം കൂടി അത് പരിഗണിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. അതിന് വലിയ തരത്തിൽ തന്നെ ഉള്ള പ്രവർത്തനങ്ങൾ പല മേഖലകളിൽ ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അവസരത്തിൽ ഈ കടൽ കയറുന്ന അവസരത്തിലായാലും മലയിറങ്ങുന്ന അവസരത്തിലായാലും ഇടനാട്ടിലായാലും കാലാവസ്ഥാ വ്യതിയാനം കാരണം ജനങ്ങളുടെ ജീവനും നിലനിൽപ്പും തന്നെ വലിയ തരത്തിൽ ഭീഷണിയായിട്ടുണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മൾ റിയലൈസ് ചെയ്തില്ലെങ്കിൽ വീണ്ടും വീണ്ടും മുണ്ടകയും അതുപോലുള്ള 2018 പോലുള്ള 19 പോലുള്ള ഫ്ലഡുകൾ വീണ്ടും വീണ്ടും ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ഈ ഒരു റൗണ്ടിൽ ഞാൻ ഇത്രയും സംസാരിക്കുന്നുള്ളൂ, സമയം കൂടുതലെടുത്തു. എല്ലാവർക്കും നമസ്കാരം. ഏറ്റവും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ കേരളം അഭിമുഖീകരിക്കുന്ന ഒരു വലിയ പ്രശ്നം എങ്ങനെയാണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുക എന്നെനിക്കറിയില്ല. പക്ഷേ ഒരു ഹോർത്തുസ് തുടങ്ങുന്ന ആദ്യത്തെ വർഷം തന്നെ കേരളത്തിൻ്റെ സുസ്ഥിരത ഈ 2 സെൻസിറ്റീവ് മേഖലകളിലും ചോദ്യം ചെയ്യപ്പെടുന്നുവെന്നും അത് അഡ്രസ്സ് ചെയ്യേണ്ട ഒരു വിഷയമാണെന്നും അത് പരിഹരിക്കാതെ കേരളത്തിൻ്റെ ഭാവിയെപ്പറ്റി നമുക്ക് ഒരു സുസ്ഥിരമായ ഭാവിയെപ്പറ്റി സംസാരിക്കാൻ പറ്റില്ല എന്നും തിരിച്ചറിയുന്നത് കൊണ്ടാണ് ഇത്തരമൊരു വിഷയം ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഡോക്ടർ അഭിലാഷ് പറഞ്ഞ് നിർത്തിയെടുത്തുനിന്ന് അതിൻ്റെ തുടർച്ച എന്നുള്ള നിലയ്ക്ക് മാത്രമേ എനിക്കും പറയാനുള്ളൂ. ഒന്ന്, സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നതിനെ നമ്മൾ എത്രമാത്രം ഗൗരവമായി എടുക്കുന്നു എന്നുള്ളത് ഒരു സമൂഹം എന്നുള്ള നിലയ്ക്ക്, പ്രത്യേകിച്ച് ശാസ്ത്രം പഠിച്ച് വളരുന്ന ഒരു സമൂഹം എന്നുള്ള നിലയ്ക്ക് നമ്മളോട് ചോദിക്കേണ്ട ഒരു വിഷയമാണ്. നമ്മുടെ ശരീരത്തിലെ സെൻസിറ്റിവിറ്റിയെ പറ്റി നമുക്കറിയാം. നമ്മൾ ഒരാളെ നുള്ളുകയാണെങ്കിൽ കൈയുടെ ഈ ഭാഗത്ത് നുള്ളിയാലോ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്ത് പല ഭാഗത്തും നുള്ളിയാലോ നമുക്ക് വലിയ കുഴപ്പമുണ്ടാവില്ല. പക്ഷെ നമ്മൾ കണ്ണിൻ്റെ അകത്താണ് നുള്ളുന്നതെങ്കിൽ അയാളുടെ കണ്ണടിച്ചു പോകാൻ സാധ്യതയുണ്ട്. നമ്മൾ എന്തെങ്കിലും ഒരു ചെറിയ വസ്തു കൊണ്ട് മുറിയുകയാണെങ്കിൽ കഴുത്തിൻ്റെ ഈ ഭാഗത്താണ് മുറിയുന്നതെങ്കിലും കാലിൻ്റെ അറ്റത്താണ് മുറിയുന്നതെങ്കിലും 2 വ്യത്യസ്ത റിസൾട്ടാണ് നമുക്ക് കിട്ടുക. നമ്മുടെ ശരീരത്തിൻ്റെ സെൻസിറ്റിവിറ്റി അനുസരിച്ച് എവിടെയാണ് മുറിവേൽക്കുന്നത്, എവിടെയാണ് നിങ്ങൾ അപകടമുണ്ടാക്കുന്നത്, എത്ര അളവിലാണ് അപകടമുണ്ടാക്കുന്നത്, ആ ശരീരം ആ മുറിവിനെ അതിജീവിക്കാൻ സാധ്യതയുണ്ടോ അതോ ആ ശരീരം അതിന് കീഴടങ്ങാനാണോ സാധ്യത, ഇത് എവിടെയാണ് നമ്മൾ അതിനകത്ത് അപ്ലൈ ചെയ്യുന്നത്, ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത് എന്നുള്ളതും അതിൻ്റെ സെൻസിറ്റിവിറ്റിയും അതിനകത്ത് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. ഭൂമിയും ഇതുപോലെ തന്നെയാണ്. ഭൂമിയിൽ സെൻസിറ്റിവിറ്റി ഉള്ള ഭാഗങ്ങളുണ്ട്, സെൻസിറ്റിവിറ്റി കുറഞ്ഞ ഭാഗങ്ങളുണ്ട്. അത് അതിജീവനത്തെ സംബന്ധിച്ച് ചിലപ്പോൾ വളരെ സെൻസിറ്റീവായ ഭാഗങ്ങളിൽ നമുക്ക് ചെറിയ പരിക്കുകൾ മാത്രം ഏൽപ്പിക്കാൻ കഴിയുന്നതും ചില ഭാഗങ്ങളിൽ പരിക്കുകൾ തീരെ ഏൽപ്പിക്കാൻ പാടില്ലാത്തതും കണ്ണിലെ കൃഷ്ണമണി പോലെ എന്ന് നമ്മൾ പറയുന്നത് പോലെ കാത്തു സൂക്ഷിക്കേണ്ടതുമായ സ്ഥലങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനെ എല്ലാത്തിനെയും ഒരുപോലെ കൈകാര്യം ചെയ്യുന്നത് അശാസ്ത്രീയമായിരിക്കും എന്നുള്ളതാണ് നമ്മൾ ആദ്യം പഠിക്കേണ്ട ഒരു പാഠം. അതുകൊണ്ടാണ് നമുക്ക് വന്യജീവി സംരക്ഷണ കേന്ദ്രങ്ങളുള്ളത്, നമുക്ക് വന്യജീവികളെ സംരക്ഷിക്കാൻ പ്രത്യേകമായ ആവാസ വ്യവസ്ഥകളുള്ളത്, വനങ്ങളുള്ളത്, ഇടനാട്ടിൽ നമുക്ക് നെൽപ്പാടങ്ങളുള്ളത്, തീരദേശ മേഖലയിൽ നമുക്ക് കായലുകൾ, കണ്ടൽക്കാടുകൾ, ഇങ്ങനെ വിവിധങ്ങളായിട്ടുള്ള സെൻസിറ്റിവിറ്റി അനുസരിച്ച് നമ്മൾ ഇതിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഭൂമിയോട് എങ്ങനെ വേണം നമ്മളതിനെ കൈകാര്യം ചെയ്യാൻ, ഒരു റിസോഴ്സ് എന്നുള്ള നിലയ്ക്ക് എങ്ങനെയായിരിക്കണം ഭൂമി കൈകാര്യം ചെയ്യാൻ നോക്കേണ്ടതെന്ന് ആലോചിക്കുമ്പോൾ നമ്മൾ ഈ ഓരോ റിസോഴ്സിനെയും വ്യത്യസ്ത സെൻസിറ്റിവിറ്റിയോടുകൂടിയാണ് കാണേണ്ടത്. അല്ലെങ്കിൽ അത് അശാസ്ത്രീയമായിരിക്കും. നമുക്ക് ചതുപ്പ് പ്രദേശത്തെ എങ്ങനെയാണോ നമ്മൾ കാണുന്നത് അതുപോലെ നമുക്കൊരു ചരിവുള്ള മലമ്പ്രദേശത്തെ കാണാൻ പറ്റില്ല, അതുപോലെ നമുക്കൊരു ഇടനാടിനെ കാണാൻ പറ്റില്ല, അതുപോലെ നമുക്കൊരു തീരദേശത്തെ കാണാൻ പറ്റില്ല. ഇതിന് വ്യത്യസ്തമായ ഭൂമിയുടെ സെൻസിറ്റിവിറ്റി അനുസരിച്ചുള്ള ഉപയോഗ റെഗുലേഷൻസ് ലോകത്തെല്ലായിടത്തും ശാസ്ത്രീയമായ സമൂഹങ്ങളിലെല്ലാം നടപ്പുള്ള കാര്യമാണ്, നടപ്പാക്കേണ്ട കാര്യമാണ്. കേരളത്തിൽ അതേപ്പറ്റി എന്തെങ്കിലും ഒരു സംവാദം തുടങ്ങണമെങ്കിൽ നമ്മൾ ആളുകളോട് വലിയ റെസിസ്റ്റൻസ്, സയൻസ് സംസാരിക്കണമെങ്കിൽ മറ്റൊരു മേഖലയിലും ഇല്ലാത്ത റെസിസ്റ്റൻസ് ഈ മേഖലയിൽ ഉണ്ടാവുന്നു എന്നുള്ളത് നമ്മുടെ ഭൂമിക്ക് അത്രമാത്രം ഡിമാൻഡ് കേരളത്തിലുണ്ട് എന്നുള്ളതിൻ്റെ സൂചനയാണ്. കേരളം ഇന്ത്യയിലെ ഏറ്റവും ജനനിബിഡമായിട്ടുള്ള പ്രദേശമായതുകൊണ്ട് പലതരത്തിലുള്ള ഡിമാൻഡുകൾ ഭൂമിക്കുണ്ട്. റിയൽ എസ്റ്റേറ്റ് എന്നുള്ള ഡിമാൻഡുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല. ഏതായാലും കടൽ തീരവും മല പ്രദേശവും വളരെ സെൻസിറ്റീവായിട്ടുള്ള ഭാഗമാണ്. അതിനെ ഡീൽ ചെയ്യാൻ നമുക്ക് പ്രത്യേകമായ നിയമങ്ങൾ ആവശ്യമാണ് എന്നുള്ളത് നമ്മൾ ഒരു പ്രാഥമികമായി അംഗീകരിക്കേണ്ട ഒരു വസ്തുതയാണ്.
അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾക്ക് എന്തുകൊണ്ടാണ് അവിടെ ഇല്ലാത്ത നിയമം ഇവിടെയുള്ളത്, ഇവിടെയുള്ള നിയമം എന്തുകൊണ്ട് അവിടെ ഇല്ല, ഇത്തരം ചോദ്യങ്ങളിൽ നിന്ന് പരിഹാരമാവും. 2, നമ്മൾ ഏറ്റവും പ്രാഥമികമായി അറിഞ്ഞിരിക്കേണ്ട ശാസ്ത്രം പോലും നമ്മളിൽ നിന്ന് മറച്ചു വെച്ചുകൊണ്ടാണ് പലപ്പോഴും നിയമങ്ങളും അല്ലെങ്കിൽ നിയമനിർമ്മാണങ്ങളും നടക്കുന്നത്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഗൾഫിലും മറ്റ് പ്രദേശങ്ങളിലുമെല്ലാം കടപ്പുറത്ത് ഇഷ്ടംപോലെ നിർമ്മാണങ്ങൾ നടക്കുന്നുണ്ടല്ലോ, പിന്നെ നമുക്ക് എന്തുകൊണ്ടാണ് കേരളത്തിൻ്റെ കോസ്റ്റൽ ഏരിയ നികത്തിക്കൊണ്ട് നമുക്ക് നിർമ്മാണങ്ങൾ പാടില്ലാത്തതെന്ന ചോദ്യം ഞാൻ നിരന്തരമായി കേൾക്കാറുണ്ട്. കേരളം ഉണ്ടായത് എങ്ങനെയാണെന്നുള്ള ഈ അഭിലാഷ് സാർ പറഞ്ഞതുപോലെ കേരളത്തിൻ്റെ കോസ്റ്റ് നിരന്തരമായ മില്യൺ കണക്കിന് വർഷങ്ങൾ മണൽ ഒഴുകിയും പലതരത്തിലുള്ള ജൈവ പ്രക്രിയയിലൂടെ കടന്നുപോയിട്ടും ഭൗമ കടന്നുപോയിട്ടും ഉണ്ടായ ഒരു പ്രദേശം എന്നുള്ള നിലയ്ക്ക് നിങ്ങൾ എവിടെ പ്രഷർ അപ്ലൈ ചെയ്താലും ആ പ്രഷർ അപ്ലൈ ചെയ്യുന്ന സ്ഥലങ്ങളിലെല്ലാം അതിനനുസരിച്ചുള്ള റിയാക്ഷൻ കടലിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുന്നുണ്ടെന്നുള്ളതും ആ പ്രദേശത്ത് നാശം ഉണ്ടാവുന്നുണ്ടെന്നുള്ളതും ആ നാശത്തിൻ്റെ ഇമ്മീഡിയറ്റ് റിയാക്ഷൻ അവിടെ ജീവിക്കുന്ന, നേരത്തെ ഡോക്ടർ അഭിലാഷ് ചൂണ്ടിക്കാണിച്ച പോലെ ആ പ്രദേശത്തെ ഇക്കോസിസ്റ്റത്തെ ആശ്രയിച്ച് ജീവിക്കുന്ന ആളുകളുടെ ലൈവ്ലിഹുഡിനെ ബാധിക്കുന്നു എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. ഏറ്റവും കൂടുതൽ ആളുകൾ തിങ്ങിപ്പാർക്കുന്ന, ഏറ്റവും കൂടുതൽ ആളുകൾ നേരിട്ട് ഇക്കോളജിയുമായിട്ട് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ഒരു പ്രദേശമാണ് തീരദേശം എന്ന് പറയുന്നത്. തീരദേശത്തുള്ള ആളുകളുടെ ജീവനോപാധിയെ ബാധിക്കുന്നു എന്ന് മാത്രമല്ല, തീരദേശത്തിൻ്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്നുണ്ട്. ഒരു 20 വർഷം കഴിഞ്ഞാൽ കേരളത്തിൻ്റെ കോസ്റ്റൽ ഏരിയയിൽ എത്ര ഏക്കർ സ്ഥലം കടലിനടിയിലാവും അല്ലെങ്കിൽ വെള്ളത്തിനടിയിലാവും എന്ന് കൃത്യമായി പ്രഡിക്റ്റ് ചെയ്തിട്ടുള്ള മാപ്പുകൾ ഇന്ന് ശാസ്ത്ര സമൂഹത്തിൻ്റെ കയ്യിൽ ലഭ്യമാണ്. നമുക്ക് നോക്കാൻ പറ്റും. അതിനേക്കാൾ കൂടാനാണ് സാധ്യത, കുറയാനൊട്ടും സാധ്യതയില്ല. അപ്പം നമുക്ക് ഈ മേഖലകളിലുള്ള ആളുകളെ മാറ്റിപ്പാർപ്പിക്കാൻ നമുക്കൊരു ക്ലൈമറ്റ് റെഫ്യൂജി പ്രോഗ്രാം തന്നെ ആവശ്യമായിട്ട് വരും. അപ്പോൾ കടലിനടിയിലോ അല്ലെങ്കിൽ വെള്ളത്തിനടിയിലോ മുങ്ങിപ്പോകുന്ന പ്രദേശങ്ങൾ മാത്രമല്ല, കോഴിക്കോട് പോലെയുള്ള കോസ്റ്റൽ നഗരങ്ങൾ, കൊച്ചി പോലെയുള്ള കോസ്റ്റൽ നഗരങ്ങൾ, ഒരല്പം വെള്ളം കയറിക്കഴിഞ്ഞാൽ നമ്മുടെ സീവേജ് സിസ്റ്റം മുഴുവനും തകരാറിലാവും. നമ്മുടെ വീട്ടിൽ നിന്ന് ഫ്ലഷ് ചെയ്യുന്ന വെള്ളം ഒഴുകിപ്പോകാൻ പറ്റാതെ വരുന്നൊരവസ്ഥയിലേക്ക് നമ്മുടെ ഹൈഡ്രോളജിക്കൽ ഇഷ്യൂസ് വരികയാണെങ്കിൽ എന്തായിരിക്കും നമ്മുടെ ടൗൺ പ്ലാനിങ്ങിനെ, നമ്മുടെ മാനേജ്മെൻറ്റ് എങ്ങനെയായിരിക്കും അതിനെ ദുഷ്കരമാക്കുന്നതെന്നുള്ളത് നമ്മൾ ആലോചിച്ച് നോക്കുക. ഇത് തീരദേശം നേരിടുന്ന ഒരു വലിയ വെല്ലുവിളിയാണ്. നമ്മൾ തീരദേശത്തിൻ്റെ നിർമ്മാണ ചട്ടങ്ങൾ ഉണ്ടാക്കുമ്പോൾ കേരളത്തിന് 2 തരം നിർമ്മാണ ചട്ടങ്ങളേ ഉള്ളൂ. ഒന്ന് പഞ്ചായത്ത് ബിൽഡിംഗ് റൂളും 2 മുനിസിപ്പാലിറ്റി ബിൽഡിംഗ് റൂളും. അപ്പോൾ മുനിസിപ്പാലിറ്റിക്കും പഞ്ചായത്തിനും മാത്രമായി 2 വ്യത്യസ്ത കെട്ടിട നിർമ്മാണ ചട്ടങ്ങൾ മാത്രമുള്ള കേരളത്തിൽ ഈ ഓരോ വ്യത്യസ്തമായ പ്രദേശങ്ങൾക്കും അതിൻ്റെ ഇക്കോസിസ്റ്റത്തിനനുസരിച്ചുള്ള, അതിൻ്റെ സെൻസിറ്റിവിറ്റിക്ക് അനുസരിച്ചുള്ള കെട്ടിട നിർമ്മാണ ചട്ടങ്ങൾ പ്രത്യേകമായി ഉണ്ടാക്കുന്നില്ല എങ്കിൽ അത് ഏറ്റവും ബേസിക്കായിട്ട് നമ്മൾ ലാൻഡിനോട് ചെയ്യുന്ന ഒരു അശാസ്ത്രീയതയായിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതാണ് കേരളത്തിൻ്റെ ഭാവിയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനമായി മുന്നോട്ട് വയ്ക്കാനുള്ളത്. 2, മലയിടിച്ചിലാണ്. അപ്പോൾ മുണ്ടക്കൈ പോലൊരു ദുരന്തം ഉണ്ടാകുമ്പോൾ ഞാനൊക്കെ ശാസ്ത്ര സമൂഹത്തിൻ്റെ ഭാഗമായ ആളല്ല, ശാസ്ത്ര സമൂഹത്തിൻ്റെ ഭാഗമായി വരുന്ന സ്റ്റഡീസ് വായിച്ച് നോക്കുന്ന ഒരു സ്റ്റുഡൻറ്റ് മാത്രമാണ്, അല്ലെങ്കിൽ പോളിസി ലെവലിൽ ഇടപെടുന്ന ഒരു ആക്ടിവിസ്റ്റ് മാത്രമാണ്. എനിക്കൊക്കെ ഇത് വായിക്കുമ്പോൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാവുന്ന ഒരു കാര്യമാണ്, മുണ്ടക്കൈയിൽ സംഭവിക്കുന്ന ദുരന്തത്തിൽ ഒട്ടും ഒരു എന്താ പറയുക, അതൊരു അപ്രതീക്ഷിതമായൊരു സംഭവമല്ല, എന്നെ സംബന്ധിച്ചിടത്തോളം അല്ല. മാത്രമല്ല, അടുത്ത മഴക്കാലത്ത് വീണ്ടും 3 ദിവസം മഴ പെയ്യുകയാണെങ്കിൽ വയനാട്ടിലോ ഇടുക്കിയിലോ കേരളത്തിൽ 45 ഡിഗ്രിയിലധികം ചരിവുള്ള പ്രദേശങ്ങളിലോ സെസ്സിൻ്റെ സ്റ്റഡി റിപ്പോർട്ടിൽ പറയുന്ന ഹൈ ഹസാർഡ് ലാൻഡ് സ്ലൈഡ് പ്രോൺ ഏരിയാസിൽ എവിടെ വേണമെങ്കിലും ഇത്തരം ദുരന്തങ്ങൾ സംഭവിക്കാവുന്നതാണെന്നുള്ളത് നമ്മുടെ മുമ്പിൽ വളരെ എവിഡൻ്റ് ആയിട്ടുണ്ട്. നമ്മൾ കണ്ണടച്ചത് കൊണ്ടോ നമ്മൾ ഇല്ല എന്ന് വിചാരിച്ചത് കൊണ്ടോ ഇല്ലാതാവുന്ന ഒരു സത്യമല്ലാതെ അത് നമ്മുടെ മുമ്പിൽ നമ്മളെ തുറച്ചു നോക്കുകയാണ്. ഇതിനെന്താണ് പരിഹാരം? ശാസ്ത്രീയമായിട്ട് ലാൻഡ് സ്ലൈഡ് ഏരിയാസ് എവിടെയാണെന്ന് കണ്ടെത്തുകയും അതിനെ സർവേ നമ്പർ വൈസ് ആയിട്ടുള്ള ഒരു നമ്മുടെ GSIയുടെ മാപ്പിലേക്ക് പ്ലോട്ട് ചെയ്യുകയും പ്രാദേശിക തലത്തിൽ ആളുകൾക്ക് മനസ്സിലാവുന്ന തരത്തിൽ, ഞാൻ കേരളത്തിൽ 1 സെൻറ്റ് സ്ഥലം എവിടെയെങ്കിലും പോയി വാങ്ങിച്ചാൽ 12% ടാക്സ് വാങ്ങിക്കുന്ന സർക്കാർ എന്നോട് പറയേണ്ട ഒരു കാര്യം, ഈ ലാൻഡ് ഏത് തരം ഹസാർഡ് വൾണറബിൾ ആണ് എന്ന് എന്നോട് പറയേണ്ടതുണ്ട്. അത് മണ്ണിടിച്ചിൽ പ്രദേശമാണോ, അത് വെള്ളം കയറുന്ന പ്രദേശമാണോ, അത് ഏതെങ്കിലും പുഴയുടെ ഫ്ലഡ് പ്ലെയിൻ ആണോ, അതോ ഏതെങ്കിലും തീരദേശത്ത് കടൽ കയറാൻ സാധ്യതയുള്ള മേഖലയാണോ? ഇതൊക്കെ ഒരു ഓണർ എന്നുള്ള നിലയ്ക്ക് എന്നോട് പറയേണ്ട ബാധ്യത സർക്കാരിനുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം നമ്മളും സർക്കാരും തമ്മിലുള്ള ഭൂമിയുടെ ബന്ധം അങ്ങനെയാണ്. സർക്കാർ എല്ലാ ഭൂമിയുടെയും കസ്റ്റോഡിയനും, നമ്മൾ അതിൻ്റെ ടാക്സ് അടയ്ക്കുന്ന വെറും കൈകാര്യക്കാരനും മാത്രമാണ്. അപ്പം നമുക്ക് അബ്സല്യൂട്ടായിട്ടുള്ളൊരു റൈറ്റ് ഒന്നും ഭൂമിയുടെ പുറത്തില്ല. ഭൂമിയുടെ അവകാശം ഫണ്ടമെൻ്റൽ റൈറ്റിൽ നിന്ന് എടുത്ത് മാറ്റപ്പെട്ടതുപോലും അതുകൊണ്ടാണ്. അപ്പം കേരളത്തിൻ്റെ വികസനം ചർച്ച ചെയ്യുമ്പോൾ മണ്ണിടിച്ചിൽ എന്നുള്ള യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് എവിടെയൊക്കെയാണ് മണ്ണിടിയാനുള്ള സാധ്യത എന്ന് നിലവിലുള്ള സ്റ്റഡി റിപ്പോർട്ട്സ് വെച്ച് പരിശോധിച്ചുകൊണ്ടും കൂടുതൽ നല്ല സ്റ്റഡി റിപ്പോർട്ട്സ് ഉണ്ടാക്കിക്കൊണ്ടും ഐഡൻറ്റിഫൈ ചെയ്യുകയും ആ ഐഡൻറ്റിഫൈ ചെയ്യുന്ന പ്രദേശത്തുള്ള ആളുകൾക്ക്, ആ പ്രദേശങ്ങൾക്ക് തന്നെ അവിടെ ജനവാസം ഉണ്ടാവാം, ഇല്ലാതിരിക്കാം, അവിടെ എന്തൊക്കെ തരത്തിലുള്ള നിയന്ത്രണങ്ങളാണ് കൊണ്ടുവരേണ്ടത് എന്ന് തീരുമാനിക്കുന്നതിനൊപ്പം
അതിൻ്റെ കോസ്റ്റ്, ആ റെസ്ട്രിക്ഷൻസ് കൊണ്ടുവരുന്നതിൻ്റെ വില ആ പ്രദേശത്തുള്ള ആളുകളുടെ തലയിൽ മാത്രം കെട്ടിവെക്കാതെ അതിൻ്റെ കോസ്റ്റ് പൊതുസമൂഹം ഏറ്റെടുക്കുകയും ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്കൊരു സമൂഹം എന്നുള്ള നിലയ്ക്ക് നമുക്ക് അവരെ ധൈര്യപൂർവ്വം അഭിസംബോധന ചെയ്യാൻ പറ്റുന്നത്. കോസ്റ്റൽ ബെൽറ്റിൻ്റെ കാര്യത്തിലും അതുതന്നെയാണ്. കോസ്റ്റൽ ബെൽറ്റിൽ അവർ മാത്രം സഹിക്കട്ടെ ഈ റെഗുലേഷൻസിൻ്റെ വില എന്ന് പറയുമ്പോഴാണ് പലപ്പോഴും റെസിസ്റ്റൻസ് ഉണ്ടാവുന്നത്. അപ്പോൾ നമുക്ക് പകരം ഭൂമി കണ്ടെത്തി കൊടുക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ എന്താണ് സൊല്യൂഷൻ? കോസ്റ്റൽ ഏരിയ ആവശ്യമുള്ള, അതില്ലാതെ നടക്കാത്ത പല ആക്ടിവിറ്റീസും ഉണ്ട്. നമുക്ക് തോണി കൊണ്ടുവന്ന് കെട്ടണമെങ്കിൽ അല്ലെങ്കിൽ ഒരു ബോട്ടിംഗ് ലാൻഡ് ഉണ്ടാക്കണമെങ്കിലൊക്കെ നമുക്ക് കോസ്റ്റൽ ബെൽറ്റ് വേണം. കോസ്റ്റൽ സെഗ്മെൻറ്റ് ആവശ്യമില്ലാത്ത തരം സംഗതികളുണ്ട്, ഡിമാൻഡ്സ് ഉണ്ട്. ആ ഡിമാൻഡ്സ് നമ്മൾ കോസ്റ്റൽ ലാൻഡ് വിട്ടുകൊടുക്കേണ്ട കാര്യമില്ല. കേരളത്തിൻ്റെ ഭാവി ചർച്ച ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ലാൻഡ് യൂസ് പ്ലാനിങ്ങും ലാൻഡ് യൂസ് മാപ്പുകളും ആവശ്യമാണ്. അങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഒരു കാശുള്ള ഞാൻ കോഴിക്കോട് ബീച്ചിൻ്റെ ഒരു സ്ഥലത്ത് ഒരു പരിസരത്ത് പോയി ഇഷ്ടം പോലെ സ്ഥലം വാങ്ങിച്ച് എൻ്റെ ഒരു മണിമാളിക പണിയാൻ തീരുമാനിക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി അപ്പുറത്ത് പണിഞ്ഞാലും നിങ്ങൾക്ക് താമസിക്കാം. കാരണം നിങ്ങൾക്ക് ഈ കോസ്റ്റൽ ഏരിയ തന്നെ ഈ ലാൻഡ് യൂസിന് ആവശ്യമില്ല എന്ന് പറയുന്ന ഒരു ഗവൺമെൻറ്റിനോടാണ് എനിക്കെപ്പോഴും ബഹുമാനം. അങ്ങനെയുള്ള റെസ്ട്രിക്ഷൻസ് ഏർപ്പെടുത്താൻ സർക്കാരുകൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിലും, കാരണം സർക്കാർ വോട്ട് ബാങ്കിനെ ഡിപ്പെൻഡ് ചെയ്താണ്, ഈ വോട്ട് ബാങ്ക് തന്നെയാണ് സർക്കാരിനോട് ശാസ്ത്രീയവും സമഗ്രവുമായിട്ടുള്ള ഒരു ലാൻഡ് യൂസ് പോളിസി ഉണ്ടാക്കണമെന്ന് ഡിമാൻഡ് ചെയ്യേണ്ടത്. ഗവൺമെൻറ്റിന് ഒരു റെഗുലേറ്റർ എന്നുള്ള ഉത്തരവാദിത്വം ഭരണഘടനാപരമാണ്. അത് ഈ ട്രാഫിക് പോലീസുകാരൻ നിൽക്കുന്നത് പോലെയാണ്. ട്രാഫിക് പോലീസുകാരന് സന്തോഷമുള്ളതുകൊണ്ടല്ല സ്റ്റോപ്പ് ലൈറ്റ് കാണിക്കുന്നത്. സ്റ്റോപ്പ് ലൈറ്റ് കാണിച്ചില്ലെങ്കിൽ വണ്ടി ഇടിക്കും എന്നുള്ളതുകൊണ്ടാണ്. അപ്പം നമ്മുടെ അളിയനോ മച്ചമ്പിയോ ആണ് ട്രാഫിക് പോലീസുകാരൻ എന്നുള്ളതുകൊണ്ട് എൻ്റെ കാറ് കടത്തി വിടണം എന്ന് പറഞ്ഞ് സ്റ്റോപ്പ് ലൈറ്റ് മറികടന്ന് നമ്മൾ കാർ എടുത്താൽ തീർച്ചയായിട്ടും ആക്സിഡൻറ്റ് സംഭവിക്കും. ഈ ആക്സിഡൻറ്റ് നടന്ന ശേഷം നമ്മൾ ട്രാഫിക് പോലീസിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് കാര്യമില്ല. അപ്പം നമ്മുടെ കഴിവ് ഉപയോഗിച്ച് റെഗുലേഷനെ മറികടക്കാൻ ഇളവുകൾ മേടിക്കാൻ ശ്രമിക്കുന്നതിന് പകരം ഈ റെഗുലേഷൻ എന്തുകൊണ്ടാണ് ആവശ്യമായിട്ട് വരുന്നതെന്ന് മനസ്സിലാക്കുകയും അതിനുവേണ്ടി വാദിക്കുകയും അതിൻ്റെ വില ഒരു സമൂഹം എന്നുള്ള നിലയ്ക്ക് എല്ലാവരും ചേർന്ന് പങ്കിട്ടെടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഇതിനുള്ള പരിഹാരം. ഒരു സംശയവുമില്ല, വളർന്നു വരുന്ന കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ കാലത്ത് നമ്മുടെ മലയോരങ്ങൾ കൂടുതൽ അസ്വസ്ഥമാണ്. ആ സത്യത്തെയും യാഥാർത്ഥ്യത്തെയും നമ്മൾ ഉൾക്കൊള്ളണം. അങ്ങേയറ്റം വൾണറബിളായ, ഒരു തരത്തിലും ജീവിക്കാൻ രക്ഷയില്ലാത്ത, ഇത് പോയാൽ എല്ലാം നഷ്ടപ്പെട്ടു പോകുന്ന ജനതയാണ് നമ്മൾ കണ്ടു വയനാട്ടിൽ സംഭവിച്ചത്. അതുപോലുള്ള ജനതയാണ് മലയോരത്ത് പല മേഖലയിലുള്ളത്. നമുക്ക് എന്തുകൊണ്ടാണ് ലാൻഡ് യൂസ് പോളിസി നടപ്പാക്കുമ്പോൾ ആ മേഖലയിൽ ഇൻഷുറൻസ് നടപ്പാക്കാൻ പറ്റാത്തത്? ഞാൻ ആലോചിച്ചിട്ടുണ്ട്. എത്രയോ കോടി രൂപ സർക്കാർ പല ആവശ്യങ്ങൾക്കും ചിലവാക്കുന്നു. ഈ വൾണറബിൾ ഏരിയാസ് നമുക്കറിയാം. എന്തുകൊണ്ടാണ് നമുക്ക് ആ ഏരിയയിലുള്ള ആളുകൾക്ക് ബൾക്കായിട്ടുള്ള ഒരു ഇൻഷുറൻസ് പോളിസികൾ സാധ്യമാക്കാൻ കഴിയാത്തത്? എന്തുകൊണ്ടാണ് അവരെ പരിഗണിച്ചുകൊണ്ട് ആ പ്രദേശത്തുള്ള ഗ്രാമസഭകളിലും പഞ്ചായത്തുകളിലും ഒക്കെ ചർച്ച ചെയ്തുകൊണ്ട് നല്ല ലാൻഡ് യൂസ് പോളിസിയും പ്ലാനും ഉണ്ടാക്കാൻ കഴിയാത്തത്? അതിലൂടെ മാത്രമേ, ഒരു ഇൻഫോംഡ് കൺസെൻറ്റിലൂടെ ഒരു റെഗുലേഷൻ നടപ്പാക്കുമ്പോൾ മാത്രമേ നമുക്കിത് പരിഹരിക്കാൻ പറ്റുള്ളൂ. ഒരു ഉദാഹരണം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഏത് ഹോട്ടലിൽ പോയാലും ആദ്യം നമുക്കൊരു ഗ്ലാസ് വെള്ളം കിട്ടും, ഇല്ലേ? പോയാൽ ഒരു ഗ്ലാസ് വെള്ളം കിട്ടും. ഇല്ലെങ്കിൽ നമ്മൾ ചോദിച്ചാൽ അപ്പം തന്നെ തരും. അതിനാരും പൈസ വാങ്ങിക്കാറില്ല. എന്തുകൊണ്ടായിരിക്കും? കേരളത്തിൽ ഒരു ഹോട്ടലിൽ പോയാലും ആരും വെറുതെ വെള്ളം കുടിക്കാൻ തരുന്നതിന് പൈസ ചോദിക്കാറില്ല. കാരണം റെസ്റ്റോറൻറ്റ് തുടങ്ങുമ്പോൾ 60-കൾ മുതൽ കേരളത്തിൽ നിലവിലുള്ളൊരു നിയമമാണ്, ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങുമ്പോൾ വരുന്ന ആളുകൾക്ക് സൗജന്യമായിട്ട് വെള്ളം കൊടുക്കുക എന്ന് പറയുന്നത്. കുപ്പിവെള്ളം കൊടുക്കണ്ട, സാധാരണ വെള്ളം കൊടുത്താൽ മതി. ഇത് നമ്മുടെ കൾച്ചറിൻ്റെ ഭാഗമായി നമ്മൾ തിരിച്ചറിയുന്നു. റോഡിൽ തുപ്പരുത് എന്നുള്ള നിയമം ദശാബ്ദങ്ങൾ നടപ്പാക്കിയ രാജ്യങ്ങളിൽ പോയാൽ നമ്മുടെ കൾച്ചറിൻ്റെ ഭാഗമായി നമ്മൾ തുപ്പാതിരിക്കുന്നു. നിയമത്തെ പേടിച്ച് മാത്രമല്ല. അപ്പം നിയമം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിച്ച് തുടങ്ങി ഒരു ജനറേഷൻ കഴിയുമ്പോൾ ഇത് നിയമം ഉള്ളതുകൊണ്ടല്ല നമ്മളത് ചെയ്യാത്തത്, നമ്മുടെ കൾച്ചറിൻ്റെ ഭാഗമായി മാറി നമ്മൾ അത്തരം സംഗതികൾ, വൾണറബിൾ സംഗതികൾ തിരിച്ചറിഞ്ഞ് ചെയ്യാതിരിക്കും. ചെയ്യേണ്ട കാര്യങ്ങൾ മാത്രമേ ചെയ്യുള്ളൂ. ഇത്തരത്തിൽ നമ്മുടെ നിയമങ്ങളെ രൂപപ്പെടുത്തുകയും ശാസ്ത്രീയമാക്കുകയും പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ ആ നിയമങ്ങൾ ജനങ്ങളോട് ബോധ്യപ്പെടുത്തി അവരെ അത് നടപ്പാക്കുന്നതിന് പ്രേരിപ്പിക്കുകയും ചെയ്യുക എന്നുള്ള വലിയ ഉത്തരവാദിത്വം നമുക്കുണ്ട്. ഈ പ്രഷർ കൂടി ജനങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്ത് കൊടുത്താൽ മാത്രമേ സുരക്ഷിതമായൊരു കേരളം കെട്ടിപ്പടുക്കാൻ കഴിയൂ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. താങ്ക് യു. ഗുഡ് ഈവനിങ്. നമുക്ക് അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവൻ പറഞ്ഞു വച്ചിരുന്നതിന് തുടങ്ങാം. സെൻസിറ്റിവിറ്റി എന്നുള്ള വാക്ക് അദ്ദേഹം പ്രയോഗിച്ചു. അതിൻ്റെ അർത്ഥം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അദ്ദേഹം സംസാരിക്കുമ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ കേരളത്തെപ്പറ്റി ആലോചിക്കുമ്പോൾ വന്ന ഒരു വാക്ക് അല്ലെങ്കിൽ പ്രയോഗം ഹാൻഡിൽ വിത്ത് കെയർ. നമ്മൾ സാധാരണ എളുപ്പം പൊട്ടിപ്പോകുന്ന സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ പുറത്തെഴുതി വെക്കും ഹാൻഡിൽ വിത്ത് കെയർ, അല്ലെങ്കിൽ അത് പൊട്ടിപ്പോകും. നമ്മുടെ കേരളം എന്ന് പറഞ്ഞാൽ അതുപോലുള്ള സ്ഥലമാണ്, വളരെ സെൻസിറ്റീവായിട്ടുള്ളതാണ്. വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്തില്ലെങ്കിൽ പ്രശ്നമുണ്ടാകും. നമ്മുടെ ഇന്നത്തെ പരിപാടിയുടെ ടൈറ്റിൽ തന്നെ എന്തോ ഒരു പ്രശ്നമുണ്ട് എന്നുള്ളൊരു സൂചന തന്നെയാണ് അതിലുള്ളത്. മലയിടിയുന്നു, കടൽ കയറുന്നു എന്നൊക്കെയാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ എന്തോ പ്രശ്നം വരാൻ പോകുന്നുണ്ട്.
അപ്പോൾ എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ഭാവിയിൽ ഒരു പ്രശ്നം വരാനുള്ള സാധ്യത എന്തുകൊണ്ടാണ്? കാരണം കേരളത്തിൻ്റെ ഒരു പ്രത്യേകത കൊണ്ടാണ്. ഒരു തമിഴ്നാട് പോലെയോ കർണാടക പോലെയോ ഉള്ളൊരു സംസ്ഥാനമല്ല കേരളം. അപ്പോൾ കേരളത്തിന് ഭൂമിശാസ്ത്രപരമായിട്ടുള്ള കുറേ പ്രത്യേകതകളുണ്ട്. അതിന് പുറമെ നമ്മുടെ ഇവിടെ ജീവിക്കുന്ന ആളുകളുടെ ജീവിതശൈലി, നമ്മുടെ ജീവിതശൈലി രോഗം എന്നൊക്കെ പറയുന്നില്ല, അതുപോലെ നമ്മുടെ ജീവിതശൈലിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചില പ്രശ്നങ്ങളുണ്ട്. പിന്നെ അവസാനം നേരത്തെ പറഞ്ഞതുപോലെ ഡോക്ടർ അഭിലാഷ് പറഞ്ഞതുപോലെ കാലാവസ്ഥ വ്യതിയാനത്തിൻ്റെ പ്രശ്നമുണ്ട്. ഈ മൂന്നും കൂടിയിട്ടാണ് നമ്മുടെ പിന്നെ ഭാവിയിൽ പ്രശ്നം ഉണ്ടാകാൻ പോകുന്നത്. ഇപ്പോൾ കേരളത്തെ പറ്റി പറഞ്ഞാൽ വളരെ നേരത്തെ പറഞ്ഞ പോലെ കടലിനും പെട്ടെന്ന് ഓർമ്മ ഒരു ഇതാണ്, ചെകുത്താനും കടലിനും ഇടയിൽ എന്ന് നമ്മൾ സാധാരണ പ്രയോഗിക്കാറുണ്ട്. ഇതിപ്പോൾ ഇവിടെ ചെകുത്താനില്ല, ചെകുത്താന് പകരം പശ്ചിമഘട്ടമാണുള്ളത്. കടലങ്ങനെ കയറി വരുമെന്ന് ഭീഷണിപ്പെടുത്തുന്നു. മല പറയുന്നു ഞാനിപ്പോൾ പൊട്ടിത്തകരും. അങ്ങനെയുള്ള പ്രദേശത്തിൻ്റെ ഇടയ്ക്കുള്ള വളരെ വീതി കുറഞ്ഞ ഇടുങ്ങിയ ഒരു പ്രദേശത്ത് ജീവിക്കുന്നത് 3.5 കോടി ജനങ്ങളാണ്. നമ്മുടെ കേരളത്തിൻ്റെ വിസ്തൃതിയുടെ 28% കാടാണ്. അപ്പോൾ ബാക്കി മാത്രമേ നമുക്ക് ഉപയോഗിക്കാനുള്ളൂ. അതിന് പുറമെ നമുക്ക് തീരപ്രദേശത്ത് നോക്കിയാൽ തീരദേശ സംരക്ഷണ നിയമമുണ്ട്. തീരപ്രദേശത്ത് നിന്നും 500 മീറ്റർ വരെയുള്ള പ്രദേശം സെൻസിറ്റീവായിട്ടുള്ള ഏരിയയാണ്. അവിടെ കാര്യമായ വികസന പ്രവർത്തനമൊന്നും നടത്താൻ പാടില്ല. അതും അങ്ങനെയും പോയി. പിന്നീട് നമുക്കുള്ളത് പരിസ്ഥിതി ദുർബല പ്രദേശങ്ങളുണ്ട്. അത് മാധവ് ഗാഡ്ഗിൽ പറഞ്ഞത് 24 താലൂക്കുകൾ പരിസ്ഥിതി ദുർബല പ്രദേശമാണ്. പക്ഷെ നമ്മൾ സമ്മതിച്ചില്ല. കാരണം നമുക്ക് അതിൻ്റെ കാരണങ്ങളുണ്ട്. കാരണം നമുക്ക് 3.5 കോടി ജനങ്ങൾക്ക് ഇവിടെ താമസിക്കണം. ഇപ്പോൾ എല്ലാം സെൻസിറ്റീവായി കഴിഞ്ഞാൽ നമ്മുടേതായ വ്യക്തിപരമായ പ്രശ്നങ്ങളാണ് നമ്മൾ പറയുന്നത്. അല്ലാതെ നമ്മൾ അത് കാലാവസ്ഥ കൊണ്ടുള്ള ആഘാതങ്ങൾ ഉണ്ടാകുമോ എന്നൊന്നും വിചാരിച്ചിട്ടല്ല. അത് ഒരു സ്വന്തം ജീവന് വേണ്ടിയിട്ടുള്ള ഒരു വാദമായിരുന്നു അത്. എന്തായാലും നമ്മളത് ഡൈല്യൂട്ട് ചെയ്തു. ആദ്യം അത് കസ്തൂരി രംഗൻ വന്നിട്ട് ഡൈല്യൂട്ട് ചെയ്തു, പിന്നീട് ഉമ്മൻ സാർ ഡൈല്യൂട്ട് ചെയ്തു, ഇപ്പോൾ പിന്നെയും വീണ്ടും നമ്മൾ കുറച്ചുകൂടിയൊക്കെ ഡൈല്യൂട്ട് ചെയ്ത് ഏകദേശം 8600 ചില്ലാൻ കോടി 8600 സ്ക്വയർ കിലോമീറ്റർ അതിനടുത്തുള്ള സെൻസിറ്റീവായിട്ടുള്ള സ്ഥലങ്ങളുണ്ടെന്നാണ് പറയുന്നത് നമ്മുടെ കേരളത്തിൽ. അത് ഏകദേശം 21% വരും. അപ്പോൾ ബാക്കി വളരെ കുറച്ച് ഭൂമിയെ നമുക്കുള്ളൂ. അതിൽ വേണം നമ്മൾ ജീവിക്കുക. അതാണ് നേരത്തെ പറഞ്ഞ ഹാൻഡിൽ വിത്ത് കെയർ. വളരെ സൂക്ഷിച്ചിട്ട് മാത്രമേ ബാക്കിയുള്ള പ്രദേശങ്ങൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റൂ. ഇതിന് പുറമെ ഞാൻ നേരത്തെ പറഞ്ഞ ജീവിതശൈലി, നമ്മുടെ ജീവിതശൈലി വളരെ വ്യത്യസ്തമാണ് മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്നും. പൊതുവേ നമ്മൾ പറയുന്നത് നമ്മുടെ ജീവിത നിലവാരം മറ്റുള്ള സംസ്ഥാനങ്ങളെക്കാൾ വളരെ ഉയർന്ന ജീവിത നിലവാരം പുലർത്തുന്നവരാണെന്നാണ് നമ്മൾ സ്വയം അഭിമാനിക്കുന്നതോ അല്ലെങ്കിൽ അഹങ്കരിക്കുന്നതോ ചെയ്യുന്നത്. അത് ശരിയുമാണ്, കുറേയൊക്കെ ശരിയുമാണ്. 1-2 എക്സാമ്പിൾ മാത്രം ഞാൻ പറയാം. ഇവിടുത്തെ വീടുകളുടെ എണ്ണം നമുക്ക് 2011 സെൻസസ് പ്രകാരം 363 വീടുകളുണ്ട് 1000 പേർക്ക്. എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 3 പേർക്ക് ഒരു വീടുണ്ട്. അതിൽ 11% വീടുകൾ അടഞ്ഞു കിടക്കുകയാണ്. വേണ്ടാതെ ഉണ്ടാക്കിയിട്ടതാണ് നമ്മൾ. ആഗോള നമ്മുടെ ദേശീയ തലത്തിലത് 273 ആ നമ്പർ കൊണ്ട് നമുക്ക് ഒരിക്കലും താരതമ്യം ചെയ്യാൻ പറ്റില്ല. ഒരു ബീഹാറിലുള്ള ഗ്രാമത്തിലുള്ളൊരു വീടും കേരളത്തിലൊരു ഗ്രാമത്തിലുള്ള വീടും വിസ്തൃതിയുടെ കാര്യത്തിൽ 10 മടങ്ങെങ്കിലും ഉണ്ടാകും കേരളത്തിലെ വീട്. നമുക്കെന്നെ അറിയാം, ഒരു 50 കൊല്ലം മുമ്പ് 15-20 ആളുകൾ താമസിച്ചിരുന്ന വീടിൻ്റെ അതിനേക്കാളും വലിയ വീട്ടിലാണ് നമ്മൾ 2 പേരും 3 പേരും ഒക്കെ ഇവിടെ ജീവിക്കുന്നത്. ഇതിനൊക്കെ ഇവിടെ അതുമാത്രമല്ല, നമ്മുടെ വീടുകളുടെ ശൈലിയും വീടുണ്ടാക്കുന്ന രീതിയിലും വ്യത്യാസമുണ്ട്. ഇപ്പോൾ കർണാടകയിലൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം, ഒരു റോഡിൻ്റെ ഇരുഭാഗത്തും അടുത്തടുത്ത് തൊട്ടാണ് വീടുകൾ ഉണ്ടാവുക. ഇവിടെ അങ്ങനെയല്ല. നമുക്ക് സ്വന്തം പ്രൈവസി, സ്വകാര്യത വളരെ പ്രധാനമാണ്. നമുക്കൊരു വീട് വേണം, അതിലൊരു മുറ്റം വേണം, അതിനിട്ട് മതിൽ വേണം. ഇങ്ങനെ വരുമ്പോൾ എത്ര ഭൂമി നമുക്ക് ആവശ്യമുണ്ട്. നമുക്ക് സത്യം പറയുകയാണെങ്കിൽ അനാവശ്യമായിട്ട് തന്നെ നമ്മൾ ഒരുപാട് സ്ഥലം വീടിന് വേണ്ടി ചിലവാക്കുന്നുണ്ട്. അതൊന്ന്. രണ്ടാമത് വാഹനങ്ങൾ. കേരളത്തിലെ ഏറ്റവും പുതിയ കണക്കനുസരിച്ച് 490 വാഹനങ്ങളുണ്ട് 1000 പേർക്ക്. എന്ന് പറഞ്ഞാൽ ഏകദേശം 2 പേർക്ക് ഒരു വാഹനമുണ്ട് എന്ന് പറയാം. അത്രയധികം വാഹനങ്ങളുമുണ്ട്. ഈ വാഹനങ്ങൾ എങ്ങനെ ഓടും? റോഡ് വേണം അതിന്. ഇപ്പോൾ റോഡിൻ്റെ കാര്യത്തിലും നമ്പർ 1 കേരളം തന്നെയാണ്. 1000 ആളുകൾക്ക് 10 കിലോമീറ്റർ, 1000 ആളുകൾക്ക് ഏകദേശം 10 കിലോമീറ്റർ റോഡാണ് കേരളത്തിലുള്ളത്. നമുക്ക് നല്ല ഹൈവേസ് ഒന്നുമില്ല എങ്കിൽ പോലും കൊച്ചു റോഡുകളുണ്ട്, ധാരാളം റോഡുകളുണ്ട്. അതും നേരത്തെ മറ്റുള്ള സംസ്ഥാനങ്ങളിലാണെങ്കിൽ ഒരു വില്ലേജിലേക്ക് ഒരു റോഡ് മതി, 2 ഭാഗത്തുമാണ് വീടുകളുള്ളത്. നമുക്കങ്ങനെയല്ല. നമുക്ക് ഓരോ വീട്ടുകാരനും ഓരോ വീട്ടിൻ്റെയും മുറ്റത്ത് വരെ
റോഡെത്തണം. അതുകൊണ്ട് റോഡുകളാണ്, നാട് മുഴുവൻ റോഡുകളാണ്. അപ്പം അങ്ങനെയും ഒരുപാട് സ്ഥലം നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ രീതിയിൽ നമ്മുടെ ജീവിതശൈലിയിൽ ഉള്ള പ്രത്യേകത കൊണ്ടും നമുക്ക് ഒരുപാട് സമ്മർദ്ദം നമ്മൾ ഭൂമിയിലേക്ക് ഏൽപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നമുക്ക് സത്യത്തിൽ പറയുകയാണെങ്കിൽ ഇനി ഭൂമി ബാക്കിയില്ല, ശ്വസിക്കാൻ പറ്റുന്നില്ല, ശ്വാസം മുട്ടിക്കിടക്കുകയാണ് ബാക്കിയുള്ള ഭൂമി. അവിടെ വേണം നമുക്ക് കോളേജുകളും സ്കൂളുകളും ഉണ്ടാക്കാൻ, കളിസ്ഥലങ്ങൾ ഉണ്ടാക്കാൻ, നഗരങ്ങൾ കെട്ടിപ്പടുക്കാൻ, ആശുപത്രികൾ ഉണ്ടാക്കാൻ, മറ്റുള്ള സ്ഥലങ്ങളുണ്ട്. പിന്നെ ബാക്കി എവിടെയാണ് നമുക്ക് സ്ഥലമുള്ളത്? വളരെ കുറച്ച് സ്ഥലം മാത്രമേ ഉള്ളൂ. ശ്വാസം മുട്ടി കിടക്കുകയാണ്. അത് കൃത്യമായിട്ട് ഹരീഷ് സാറ് പറഞ്ഞതുപോലെ ലാൻഡ് യൂസ്, സ്ഥലത്തിൻ്റെ ഉപയോഗം എങ്ങനെ ഉപയോഗിക്കണം എന്നതിനെക്കുറിച്ച് ദീർഘകാലാടിസ്ഥാനത്തിലുള്ള വളരെ ആസൂത്രണം ചെയ്തില്ലെങ്കിൽ അധികം കൊല്ലമൊന്നും കഴിയണ്ട. ഭാവി എന്ന് പറഞ്ഞാൽ അതിവിദൂരമായ ഭാവിയിലല്ല, വളരെ അടുത്തുള്ള ഭാവിയിൽ തന്നെ നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവുക തന്നെ ചെയ്യും. അവിടെയും ഒരു സ്ഥലം ചൂണ്ടിക്കാണിച്ചിട്ട് അവിടെ നിങ്ങൾ വീടുണ്ടാക്കരുത്, അവിടെ ഡെവലപ്മെൻറ്റ് ഉണ്ടാകരുത് എന്ന് മാത്രം പറഞ്ഞാൽ പോരാ. അത് നമ്മൾ സാധാരണ ഈ നഗരങ്ങളിലെല്ലാം കാണാം, ടൗണിലൊക്കെ നോ പാർക്കിംഗ് എന്ന് എഴുതി വെച്ചാൽ കാണാം. നോ പാർക്കിംഗ് എന്ന് എഴുതി വെച്ചാൽ പോരാ, അവിടെ അടുത്ത് തന്നെ ബോർഡ് വേണം, നിങ്ങൾ ഇന്നേ സ്ഥലത്ത് പോയിട്ട് പാർക്ക് ചെയ്യണം എന്നുള്ളൊരു നിർദ്ദേശം കൂടി വേണം. പറ്റില്ല എന്ന് ആർക്കും പറയാൻ പറ്റും, അതിന് വലിയ ബുദ്ധിമുട്ടാണ്. അതിന് ആസൂത്രണ ബോർഡൊന്നും വേണ്ടതിന്, നമുക്ക് എഴുതി വെക്കാൻ പാടില്ല. സ്ഥലത്തിൻ്റെ കാര്യത്തിൽ അങ്ങനെ തന്നെയാണ്. നമുക്ക് പരിസ്ഥിതി ലോല പ്രദേശങ്ങൾ എന്ന് പറഞ്ഞിട്ട് മാർക്ക് ചെയ്ത് വെക്കാം. പക്ഷെ 3.5 കോടി ജനങ്ങളുണ്ട് ഇവിടെ, അവരെന്ത് ചെയ്യും? അവർക്ക് ജീവിക്കണ്ടേ, അവർക്ക് താമസിക്കണ്ടേ, അവർക്ക് കച്ചവടം ചെയ്യണ്ടേ? അപ്പം അതിന് എന്ത് ചെയ്യണം എന്നുള്ള രീതിയിലുള്ള നിർദ്ദേശങ്ങൾ, അതാണ് നമ്മൾ ആസൂത്രണം വഴി ചെയ്യേണ്ടത്. ഉള്ള സ്ഥലം വെച്ച് നമ്മളെങ്ങനെ പരമാവധി നമുക്കത് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ള പഠനങ്ങളും അതിനുള്ള ആസൂത്രണങ്ങളുമാണ് നമുക്ക് വേണ്ടത്. മറ്റു കാര്യങ്ങൾ ആഗോള തലത്തിലുള്ള കാലാവസ്ഥാ വ്യതിയാനത്തെപ്പറ്റി എന്നും തൽക്കാലം ഞാൻ പറയുന്നില്ല, പിന്നീട് അവസരമുണ്ടെങ്കിൽ പറയാം. അഭിലാഷ്. ഒന്നാം റൗണ്ട് ചർച്ച കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് കാലാവസ്ഥാ വ്യതിയാനം പല പല പ്രശ്നങ്ങളുണ്ട്, സങ്കീർണമായിട്ടുള്ള പ്രശ്നമാണ്. പക്ഷേ ഹരീഷ് സൂചിപ്പിച്ചതുപോലെ കേവലം നിയമനിർമ്മാണത്തിൻ്റെയോ അല്ലെങ്കിൽ നിയമനിർമ്മാണത്തിൻ്റെ മാത്രം ഒരു വിഷയമായിട്ട് ഇതിനെ കാണാൻ സാധിക്കത്തില്ല. ഇതിൽ പ്രശ്നം വരുന്നത് പോളിസി ഡിസിഷൻസ് ആണ് പലപ്പോഴും പ്രശ്നമായിട്ട് വരാറുള്ളത്. നിയമങ്ങൾ അത്യാവശ്യമുണ്ട്, നമ്മുടെ നാട്ടിൽ വലിയ പ്രശ്നങ്ങളില്ലാത്ത തരത്തിലുള്ള നിയമങ്ങളുണ്ട് ധാരാളം. പക്ഷേ അത് ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ പോളിസി ലെവലിൽ ഡിസിഷൻ മേക്കേഴ്സ് എടുക്കുന്ന പലതരത്തിലുള്ള അലംഭാവങ്ങളാണ് പല പല ദുരന്തങ്ങൾക്കും കാരണമായിട്ട് മാറുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മൾ സൂചിപ്പിച്ചതുപോലെ കാലാവസ്ഥാ വ്യതിയാനം ആഗോളതലത്തിൽ തന്നെ ഒരു വലിയ മനുഷ്യരാശിയുടെ മാത്രമല്ല സമസ്ത ജീവജാലങ്ങളുടെയും നിലനിൽപ്പിന് തന്നെ ഭീഷണിയായി വളർന്നു കഴിഞ്ഞിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത്. അതിന് തർക്കമൊന്നുമില്ല. 1990 IPCC 30 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞത് സയൻറ്റിഫിക്കായിട്ട് പറഞ്ഞിട്ടുണ്ട്. 30 വർഷങ്ങൾക്ക് ശേഷം നമ്മൾ ജീവിക്കാൻ പോകുന്നത് ഇന്ന് നമ്മൾ കാണുന്ന അതിതീവ്ര കാലാവസ്ഥാ സംഭവങ്ങളോടൊപ്പമായിരിക്കുമെന്ന് സയൻറ്റിഫിക്കലി പ്രൂവൺ ആണ്. അത് 30 വർഷങ്ങൾക്ക് മുമ്പ് ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന കാര്യമാണെന്ന് പറഞ്ഞെങ്കിൽ ഇന്ന് അതിനോടൊപ്പം ജീവിക്കുന്ന ഒരു ജനസമൂഹമായിട്ട് നമ്മൾ മാറിയിരിക്കുന്നത്. അപ്പോൾ അതൊരു റിയാലിറ്റിയാണ്. അപ്പോൾ അവിടെ സയൻസിൻ്റെയോ സയൻറ്റിഫിക് ഇൻഫർമേഷൻ്റെയോ ഒന്നും ലാക്കിങ് ഇല്ല. അപ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ കാലാവസ്ഥാ വ്യതിയാനം എന്ന് പറയുന്ന ഓമന പേരിൽ നമ്മൾ കാര്യങ്ങൾ അപ്രോച്ച് ചെയ്യുമ്പം കാലാവസ്ഥാ വ്യതിയാനം എല്ലാവരെയും ബാധിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരെയും ബാധിക്കുന്നുണ്ട്, എല്ലാ ആൾക്കാരെയും ബാധിക്കുന്നുണ്ട്. പക്ഷേ എല്ലാവരെയും ഒരുപോലെയല്ല ബാധിക്കുന്നത്. അവിടെയാണ് ആ ഒരു എന്താ പറയുന്നത് ക്ലൈമറ്റ് ജസ്റ്റിസിൻ്റെ ഒരു കാര്യം, അത് ആഗോളതലത്തിൽ തന്നെ സംസാരിക്കുന്നുണ്ട്. അത് നമ്മുടെ പ്രാദേശിക അടിസ്ഥാനത്തിൽ നമ്മൾ സംസാരിക്കേണ്ട കാലഘട്ടം. അവിടെയാണ് പോളിസി ഡിസിഷനിൽ നമ്മൾ പറയുമല്ലോ, നമ്മുടെ പല മേഖലകളിലും കേരളം പുരോഗതി പ്രാപിച്ചിട്ടുള്ളത് ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള പ്രാദേശിക അടിസ്ഥാനത്തിലുള്ള ഒരു ആസൂത്രണത്തിലൂടെയാണ്. നമ്മൾ ഇന്ന് ഈ കാണുന്ന വലിയ ഈ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയരാനുള്ള പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് നമ്മൾ പല മേഖലകളിലും ആസൂത്രണം ഡീസെൻട്രലൈസ്ഡ് ആക്കിയതുകൊണ്ടാണ്. അപ്പോൾ ഈ കാലാവസ്ഥാ വ്യതിയാനം അവിടെയാണ് ഇനിയും നമ്മളൊരു ഒരു ജനകീയ ആസൂത്രണത്തിലൂടെ മാത്രമേ കാലാവസ്ഥയും അല്ലെങ്കിൽ പ്രകൃതി ദുരന്തങ്ങളുമായിട്ടുള്ള വിഷയങ്ങളെ നമുക്ക് അഡ്രസ്സ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ നിയമനിർമ്മാണത്തിന് മാത്രമല്ല, ആ ഒരു പോളിസി ഡിസിഷൻ എവിടെ നിന്ന് വരണമെന്നുള്ളതാണ് നമുക്കിപ്പോൾ ഒരു ബുദ്ധിമുട്ടായിട്ട് വരുന്നത്. കാരണം ഇത് ബാധിക്കുന്ന ആൾക്കാരുടെ ആ ഒരു ക്രോസ് സെക്ഷൻ നമ്മൾ എടുത്തു നോക്കിയാൽ തന്നെ മനസ്സിലാകും. ലോകവ്യാപകമായിട്ടുള്ള കാലാവസ്ഥാ സംഭവങ്ങൾ, അതിതീവ്രമായിട്ടുള്ള കാലാവസ്ഥാ സംഭവങ്ങൾ ഉണ്ടാകാനുള്ള കാരണം ഈ ക്യാപിറ്റലിസ്റ്റിക് ആയിട്ടുള്ള ഒരു മുതലാളിത്ത അല്ലെങ്കിൽ ഫോസിൽ ഡ്രിവൺ ആയിട്ടുള്ള ഒരു കമ്പോള വ്യവസ്ഥിതിയുടെ ഒരു ബൈ പ്രോഡക്റ്റാണ് ഗ്ലോബൽ വാർമിങ്ങും കാലാവസ്ഥാ വ്യതിയാനവും. അത് ഉണ്ടാക്കിയത് മൊത്തം അമേരിക്ക, ചൈന, യൂറോപ്പ് തുടങ്ങിയ രാജ്യങ്ങളാണ്. പക്ഷേ
അതിതീവ്രമായിട്ടുള്ള കാലാവസ്ഥാ സംഭവങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ട മരണങ്ങളും ഏറ്റവും കൂടുതൽ അപകടങ്ങളും നടക്കുന്നത് സൗത്ത് ഏഷ്യൻ റീജിയൻസിലും അല്ലെങ്കിൽ ഗ്ലോബൽ സൗത്തിലാണ്. നമ്മുടെ ഇന്ത്യ, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ അല്ലെങ്കിൽ പസഫിക്കിലെ ഐലൻഡ് നേഷൻ ഇവിടെയൊക്കെയാണ്. ഉദാഹരണമായി പറഞ്ഞു കഴിഞ്ഞാൽ ബംഗ്ലാദേശിൽ 2005 ഒരു ചുഴലിക്കാറ്റ് വന്നപ്പോൾ 1.5 ലക്ഷം ആൾക്കാരാണ് മരിച്ചത്. നമ്മുടെ ഇന്ത്യയും വിഭിന്നമല്ല. 1999 അവിടെയാണ് ഞാൻ പറഞ്ഞു വരുന്നത്, ഈ റിസ്ക്, ജനങ്ങൾ അനുഭവിക്കുന്ന ഈ റിസ്ക് എങ്ങനെ കുറച്ചു കൊണ്ടുവരാൻ പറ്റും എന്നാണ് നമ്മളിവിടെ ചിന്തിക്കേണ്ടത്. കാരണം ഇതിൽ നിന്നൊരു ഒളിച്ചോട്ടമില്ല. ഇതുമായിട്ട് പൊരുത്തപ്പെട്ട് ഒരു അതിജീവനം നമ്മൾ കണ്ടെത്തുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ മുന്നിലുള്ള ഒരു പോംവഴി എന്ന് പറയുന്നത്. അപ്പം ഇവിടെയാണ് നമ്മൾ ഈ പറയുന്ന പോലെ ജനകീയ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ജനകീയ പങ്കാളിത്തത്തിലൂടെ ഒരു ഇക്വിറ്റി ബേസ്ഡ് ആയിട്ടുള്ള, കാരണം ജനങ്ങളെ എല്ലാവരും, അതാണ് ഞാൻ മുമ്പേ സൂചിപ്പിച്ചത്, ജനങ്ങളെ എല്ലാവരെയും ഈ ഒരു പ്രശ്നം ഒരേപോലെയല്ല ബാധിക്കുന്നത്. അപ്പം കൂടുതൽ ആൾക്കാരെ അല്ലെങ്കിൽ കൂടുതൽ ബാധിക്കുന്ന ആ ഒരു ജനസമൂഹത്തെ കണ്ടെത്തി, അത് ഞാൻ മുമ്പേ സൂചിപ്പിച്ച പോലെ ഇത് ജീവനോപാധിയുടെ ഒരു ബന്ധപ്പെട്ട ഒരു വലിയ വിഷയമായിട്ട് കണക്ട്. കാരണം റിസോഴ്സ് ഡിപ്ലീഷൻ, അതായത് നമുക്ക് ആവശ്യമുള്ള, ഇപ്പം കടലെടുത്തു കഴിഞ്ഞാൽ കടലിലെ മത്സ്യസമ്പത്ത് കുറയുകയാണ്. നമ്മുടെ മലയോര മേഖലയിലേക്ക് വന്നു കഴിഞ്ഞാൽ മലയോര മേഖലയിലെ ജൈവ സമ്പത്ത് കുറയുന്നു, കാർഷിക മേഖല തകർച്ചയിലാണ്. അതോടൊപ്പം തന്നെ ഇടനാട്ടിലായാലും കോൾപ്പാടങ്ങളും പൊക്കാളി കൃഷിയും ഒക്കെ തകർച്ചയിലാണ്. ഇത്തരത്തിൽ അതുപോലെ തന്നെ ഉൾനാടൻ മത്സ്യബന്ധന മേഖല തകർച്ചയിലാണ്. ഇത്തരത്തിൽ കാലാവസ്ഥാ വ്യതിയാനവുമായിട്ട് ബന്ധപ്പെട്ട് പലതരത്തിലുള്ള ഈ തദ്ദേശീയരായിട്ടുള്ള അല്ലെങ്കിൽ ഇൻഡിജിനസ് ആയിട്ടുള്ള ആൾക്കാരെ ബാധിക്കുന്നത് വളരെ വലുതായിട്ടാണ്. അത് നമ്മൾ ഒരിടത്തും ചർച്ച ചെയ്യാറില്ല എന്നുള്ളതാണ് അതിലെ ഒരു പരിതാപകരമായ അവസ്ഥ. ഇവിടെയാണ് നമ്മൾ പോളിസി കൊണ്ടുവരുമ്പം നമ്മുടെ ഈ പറഞ്ഞ പോലെ 1999 ഒറീസ ഒരു വലിയ സൂപ്പർ സൈക്ലോൺ ഉണ്ടായപ്പം 10,000 ആൾക്കാർ മരിച്ചു. ഇത് 25 വർഷം, എക്സാക്ട്ലി 25 വർഷം, 1999 നവംബറിനാണ് അത് ഉണ്ടായത്. 25 വർഷം കഴിയുമ്പോൾ നമ്മൾ എത്തി നിൽക്കുമ്പോൾ ഒറീസയിൽ കഴിഞ്ഞ ആഴ്ച ഒരു സിവിയർ സൈക്ലോൺ വന്നിട്ട് ആരും മരിച്ചില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ വർഷം ബിബർജോയ് ഗുജറാത്തിൽ പോയി അടിച്ചു, ആരും മരിച്ചില്ല. കാരണം 5 ലക്ഷം ആൾക്കാരെ നമുക്ക് ഒന്ന് ഒഴിപ്പിക്കാൻ പറ്റി. അങ്ങനെ നോക്കുമ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അതിതീവ്രമായിട്ടുള്ള കാലാവസ്ഥാ സംഭവങ്ങളും പ്രകൃതി ദുരന്തങ്ങളും അതുമായിട്ടുള്ള മരണങ്ങളും ഏറ്റവും കൂടുതൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കേരളത്തിലാണ്. അതിൽ നിന്ന് നമുക്ക് കുറച്ചുകൂടാൻ സാധിക്കില്ല. അപ്പോൾ ഇതിനെ എങ്ങനെ പ്രാദേശിക അടിസ്ഥാനത്തിൽ നമുക്ക് പൊരുത്തപ്പെട്ട് ജീവിക്കാം, അവിടെയാണ് ഒരു ഇക്വിറ്റി ബേസ്ഡ് ആയിട്ടുള്ള പോളിസി ഡിസിഷനും ജനകീയമായിട്ടുള്ള ഒരു പങ്കാളിത്തത്തിലൂടെ കൂടി മാത്രമേ നമുക്ക് ഈ ഒരു പ്രശ്നത്തെ അഭിമുഖീകരിക്കാൻ അല്ലെങ്കിൽ അപ്രോച്ച് ചെയ്ത് അതിൻ്റെ അടിസ്ഥാനത്തിൽ, അതായത് അടുത്ത ഒരു ഡീസെൻട്രലൈസേഷൻ എന്ന് പറയുന്ന ഒരു ജനകീയ വിപ്ലവം തന്നെ കാലാവസ്ഥയും പരിസ്ഥിതിയെയും പിടിക്കുവാൻ വേണ്ടിയുള്ളതായിരിക്കണം. അത് പോളിസി ഡിസിഷനിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ. ഇത് മാത്രമാണ് ഞാൻ 3 മിനിറ്റ് കൂടെ ഉള്ളൂ, 1.5 മിനിറ്റ് വീതം എടുക്കാൻ തോന്നുന്നു. ഒന്ന്, എനിക്ക് തോന്നുന്നത് വയനാട് ഒരു ദുരന്തം ഉണ്ടായതുപോലെ നാളെ മറ്റൊരു സ്ഥലത്തൊരു ദുരന്തമുണ്ടായി 10-50 പേർക്ക് അവരുടെ ജീവിതം നഷ്ടപ്പെട്ടാൽ അതിന് കുറച്ച് പൈസ കൊടുത്തത് കൊണ്ടോ അതിനൊരു വിളക്ക് കത്തിച്ച് പ്രാർത്ഥിച്ചത് കൊണ്ടോ നമ്മുടെ കയ്യിലുള്ള പാപബോധം തീരുമെന്ന് മലയാളി വിചാരിക്കുന്നുണ്ടെങ്കിൽ തീരില്ല. മലയാളിയെ ഇന്നേ വരെ ഭരിച്ച സർക്കാരുകൾക്കെല്ലാം, പ്രത്യേകിച്ച് ഭരണഘടനാ ഭേദഗതിക്ക് ശേഷം ജില്ലാ ടൗൺ പ്ലാനിംഗ് കമ്മിറ്റികൾ ഉണ്ടാക്കി, ഓരോ പ്രദേശത്തിൻ്റെയും സർവേ നമ്പർ ബേസ്ഡ് ആയിട്ടുള്ള പ്ലാനിംഗ് ഉണ്ടാക്കി ആളുകളെ അറിയിച്ച് എവിടെയൊക്കെയാണ് ദുരന്തമുണ്ടാവാൻ സാധ്യതയുള്ളത് ഇല്ല എന്നുള്ള സംഗതി നേരത്തെ ബോധ്യപ്പെടുത്തി. കാരണം പണം മുടക്കി ഞാൻ കാശ് മേടിച്ച് കഴിഞ്ഞ് റിസോർട്ട് പകുതി കെട്ടിക്കഴിയുമ്പോൾ ഒരു നിയമം വന്നാൽ ഞാൻ സുപ്രീം കോടതി വരെ ഫൈറ്റ് ചെയ്ത് അതിനെ മറികടക്കാൻ നോക്കും. എനിക്ക് മലയിടിച്ചിലൊന്നും ഒരു പ്രശ്നമല്ല. അത്തരത്തിലാണ് ഓരോ റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റും വന്ന ശേഷം നിങ്ങൾ റെഗുലേഷൻ നടപ്പാക്കുമ്പോൾ ഈ ഓരോ ദിവസവും നമ്മൾ ഈ റെഗുലേഷൻ വൈകിപ്പിക്കും തോറും ഇതിനെതിരെയുള്ള റെസിസ്റ്റൻസ് വലിയ തോതിൽ വർദ്ധിക്കുകയും കേരളം ഒരു സമ്പൂർണ്ണ പരാജയമായി നിൽക്കുന്നത് ഈ ടൗൺ പ്ലാനിംഗ് സ്കീമുകൾ കൊണ്ടുവരുന്നതിലും അത് നടപ്പാക്കുന്നതിലുമാണ്. ജില്ലാ പ്ലാനിംഗ് കമ്മിറ്റികൾ എന്ന് പറയുന്നത് ഭരണഘടന ഉണ്ടാക്കി വെച്ചിട്ട് നോക്കുകുത്തിയായി നിൽക്കുന്ന ഒരു സ്റ്റേറ്റാണ് കേരളം. കേരള നിയമസഭയ്ക്കും അതിനെ പിന്തുണയ്ക്കുന്ന ഓരോ വർഷവും അത് നീട്ടിക്കൊണ്ടുപോകാൻ അതിനെ പിന്തുണയ്ക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ കൈകളിലെല്ലാം ഇവരുടെ രക്തക്കറയുണ്ട് എന്ന് വളരെ ഖേദപൂർവ്വം ഞാൻ പറയട്ടെ. അതുകൊണ്ട് പണം കൊടുത്ത് തീർക്കാൻ പറ്റുന്ന തരം കമ്മിറ്റ്മെൻ്റ് അല്ല നമുക്ക് ഇത്തരം ക്ലൈമറ്റ് റെഫ്യൂജീസിനോടോ അല്ലെങ്കിൽ ക്ലൈമറ്റ് ബുദ്ധിമുട്ടുകൊണ്ട് അനുഭവിക്കുന്ന ആളുകളോടോ ഉള്ളത്. നമ്മൾ ഒരുമിച്ച് നിന്ന് ഇത് ആവശ്യപ്പെടുകയും സ്റ്റേറ്റിനോട് ഇത് നടപ്പാക്കിയെടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നൊരു കാര്യം. ഓക്കെ, കാലാവസ്ഥാ വ്യതിയാനത്തെ പറ്റി 1-2 കാര്യങ്ങൾ മാത്രം പറഞ്ഞ് നമുക്ക് നിർത്താം. പൊതുവേ നമ്മൾ ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ് ഈ കാലാവസ്ഥാ വ്യതിയാനം. പക്ഷേ 2018 വെള്ളപ്പൊക്കം ഉണ്ടായതോടുകൂടി കുറച്ചൊക്കെ ആളുകൾക്ക് മനസ്സിലായി കാലാവസ്ഥ മാറുന്നുണ്ട്, പണ്ടത്തെ കാലാവസ്ഥയല്ല ഇപ്പോൾ. അതൊരു വലിയ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ്. കാലാവസ്ഥാ വ്യതിയാനത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഹരിതഗൃഹവാതകങ്ങൾ പുറത്തുവിടുന്നതാണ്. കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കൂടുന്നതനുസരിച്ച് താപം കൂടുന്നു, കടൽ നിരപ്പ് കൂടുന്നു, എല്ലാ തരത്തിലുമുള്ള ഗ്ലോബൽ വാർമിംഗ്
ആഗോള താപനം ഉണ്ടാകുന്നു. അത് നമുക്കെന്ത് കുഴപ്പം എന്നുള്ളതാണ് പലരും ചിന്തിച്ചിട്ടുണ്ടാവുക. ഈ ആഗോളതാപനം കൊണ്ട് തന്നെയാണ് നമുക്കിവിടെ മഴയിൽ വ്യത്യാസം ഉണ്ടാകുന്നത്. പണ്ടത്തെ പോലെയല്ല മഴ പെയ്യുന്നത്. മഴയുടെ പാറ്റേൺ കംപ്ലീറ്റ് മാറിയിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ കനത്ത മഴ കുറച്ച് മാത്രം പെയ്യുക. ആ ഒരു ഫിനോമിനാണ് 2018 2019 ഉണ്ടായത്. ഈ വർഷം വയനാട്ടിലും ഉണ്ടായത്. ആ ഒരു അതികഠിനമായ മഴ കുറച്ച് സമയത്തേക്ക് പെയ്ത പ്രശ്നം തന്നെയാണ്. അപ്പോൾ അതിന് നമ്മൾ ഇപ്പോൾ കേരള ഗവൺമെൻറ് പുതിയ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കുറയ്ക്കാനൊക്കെ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. 2050 കാർബൺ ന്യൂട്രൽ ആക്കണമെന്നൊക്കെയാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ അതിന് എല്ലാവരും തന്നെ അതിൽ പങ്കാളികളാകേണ്ടതുണ്ട്. ഒരു ചെറിയൊരു കാര്യം കൂടി പറഞ്ഞു നിർത്താം. നമ്മുടെ കാർബൺ ഫുട് പ്രിൻ്റ് എന്നാണ് പറയുക. നമ്മൾ പുറത്തുവിടുന്ന ടോട്ടൽ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവിന്, ഒരു വർഷം പുറത്തുവിടുന്ന കാർബൺ ഡൈ ഓക്സൈഡ് അളവിന്, അത് നമ്മുടെ കണക്ക് പരിശോധിച്ച് നോക്കിയാൽ കേരളത്തിൻ്റെ കോൺട്രിബ്യൂഷൻ, നമ്മുടെ പെർ ക്യാപിറ്റ ആളോഹരി കാർബൺ ഫുട് പ്രിൻ്റ് എന്ന് പറഞ്ഞാൽ 0.41 ആണത്രേ, 0.41 മാത്രം. ഇന്ത്യയിലാണെങ്കിൽ അത് 2.46 ഉണ്ട്. ഇത് എത്രത്തോളം ശരിയാണെന്ന് നമ്മൾ ചിന്തിക്കണം. കാരണം നമുക്ക് ഇൻഡസ്ട്രീസിൽ നമ്മളൊരു ഒരു കൺസ്യൂമർ സ്റ്റേറ്റാണ്. നമ്മൾ വാങ്ങുന്ന സാധനങ്ങളൊക്കെ പുറത്താണ് ഉണ്ടാക്കുന്നത്. നമ്മളെ കണക്കിൽ അത് ഉൾപ്പെടുന്നില്ല. ഉദാഹരണത്തിന് കാറുകൾ, 1.6 കോടി വാഹനങ്ങളാണ് കേരളത്തിലുള്ളത്. അപ്പോൾ ഈ കാറുകൾ ഓടുവാൻ ഉപയോഗിക്കുന്ന എനർജി, അതിനാവശ്യമായ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അതേ ഈക്വലായിട്ടുള്ള കാർബൺ ഡൈ ഓക്സൈഡ് തന്നെയാണ് അത് ഉണ്ടാക്കുമ്പോഴുള്ളത്. അപ്പോൾ നമ്മുടെ കൺസംഷൻ കുറച്ചുകൊണ്ടേയിരിക്കേണ്ടി വരും. കൂടുതൽ കാര്യങ്ങൾ പറയാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ തൽക്കാലം നിർത്തുന്നു. താങ്ക് യു.